ആ ബിസിനസ്സിൽ നിന്ന് നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാധനം ജസ്റ്റ് ഇങ്ങനെ താഴേക്ക് പോണതും എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ട്രാജഡി അനുഭവിച്ചിട്ടുള്ളതൊക്കെ ആ സമയത്താണ്. ഓനിയനൊക്കെ ഇല്ലേ, സവോള, ഞാനൊരു എയ്സ് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കാണുന്നവർ തന്നെ ചിലപ്പോൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അന്ന് ഞാനിതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ട് 5 കിലോ 100, 6 കിലോ 100 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വിറ്റിരുന്നത്. ഒരാഴ്ച മുമ്പ് 2 ആഴ്ച മുമ്പ് കോട്ടും സൂട്ടൊക്കെ ഇട്ട് വന്നിരുന്ന ഞാൻ പിന്നെ വന്നിട്ട് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാവിമുണ്ടും മുഷിഞ്ഞ ടീഷർട്ടൊക്കെ ഇട്ടായിരിക്കും എന്നെ പലരും കണ്ടിട്ടുണ്ടാവുന്നത്. കോട്ടും സൂട്ട് ഇട്ട സ്ഥലത്തും സവോള അല്ലെങ്കിൽ ഉള്ളിയൊക്കെ വിട്ടിരുന്ന സ്ഥലത്തൊക്കെയും ഇന്ന് എൻ്റെ സ്ഥാപനം എന്ന് പറയാൻ പറ്റില്ല, സ്ഥാപനങ്ങളുള്ള സ്ഥലത്തൊക്കെ ഒക്കെ ഞാൻ മുമ്പ് ഊബറിൽ ടാക്സി ഡ്രൈവറായിട്ട് പോയിട്ടുള്ളത്. നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ഉൾവിളി ചിലപ്പോൾ ദൈവം തന്നതായിരിക്കും. ആ ഒരു സംഭവമാണ് പിന്നീട് ആ നിസ്കാരം കഴിഞ്ഞിട്ട് സംഭവിച്ചത്. നമ്മളിപ്പോൾ ഒരു മത്സരം തുടങ്ങുമ്പോൾ കണ്ടിട്ടില്ലേ, അവസാനം പോണ ആളായിരിക്കും ട്രാക്കിൽ ഫസ്റ്റ് കയറിയിട്ട് വരുന്നത്. നമസ്കാരം, ഞാൻ അന്ന സുസൻ. സ്പാർക്കിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. സജീറിൻ്റെ കഥ കേട്ടപ്പോൾ മുതൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് സ്പാർക്കിൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന്. കാരണം നമ്മൾ ഈ നെടുമ്പാശ്ശേരിയുടെ പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ഫ്രാഗ്രൻസ് ഫാക്ടറി എന്ന് പറഞ്ഞൊരു ഷോപ്പ് കാണും. ഏതോ വലിയ ഇൻവെസ്റ്റേഴ്സ് ഉള്ള ഒരു വലിയ പ്രസ്ഥാനം, അവർക്ക് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്, ഒരു ലക്ഷറി ഫ്രാഗ്രൻസ് കിട്ടുന്ന ഒരു സ്ഥാപനം എന്ന കോൺസെപ്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ചിലപ്പോൾ അതിൽ പാസ് ചെയ്ത് പോകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു കോൺസെപ്റ്റ് ആയിരുന്നായിരിക്കാം. പക്ഷേ സജീറിനെ കൂടുതൽ അടുത്തറിഞ്ഞപ്പോൾ, അദ്ദേഹം കടന്നു വന്ന വഴികളെക്കുറിച്ച് കേട്ടപ്പോൾ, ജീവിതത്തിൽ വിട്ടുകൊടുക്കാതെ ആ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് ഇന്നീ കാണുന്ന വ്യക്തിയായിട്ട് എങ്ങനെ എത്തിയെന്ന് സ്പാർക്കിൻ്റെ പ്രേക്ഷകർ അറിയണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം തോന്നി. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ വളരെ അഭിമാനപൂർവ്വം, അതിനേക്കാൾ ഉപരി വളരെയധികം സന്തോഷത്തോടു കൂടെ, വളരെ ഇമോഷണലി ഞാൻ സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലേക്ക് സ്വാഗതം ചെയ്യാണ്. സജീർ, സ്വാഗതം. ഞാൻ കഥ കേട്ട് കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം തോന്നി. ഇടയ്ക്ക് എവിടെ വെച്ച് എൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് എവിടെ വെച്ച് എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് വന്നു. സോ ഈ എപ്പിസോഡ് നമ്മുടെ പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കാൻ തുടങ്ങുന്നു. എവിടെയാണ് സജീറിൻ്റെ നാട്? എൻ്റെ നാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ കൊടുങ്ങല്ലൂരിനും തൃപ്രയാറിനും ഇടയിൽ കയ്പമംഗലത്ത് ചളിങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. എന്തൊക്കെയാണ് പഠിച്ചതൊക്കെ? ഞാൻ പഠിച്ചിട്ടുണ്ടായത് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പാർട്ട് ടൈമായിട്ട് കമ്പ്യൂട്ടർ കോഴ്സുകളൊക്കെ ചെയ്തത്. അപ്പം ഡിഗ്രി ഒന്നും വല്ലാണ്ട് ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഞാൻ പഠിച്ച സംഭവത്തിലല്ല ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിലൊക്കെ ലൈഫിൽ ഒരുപാട് അനുഭവങ്ങൾ കിട്ടി, ഒരുപാട് ജോലികൾ ചെയ്ത്. അതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ ലുലുവിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ ലൈഫിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നത് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഡിഗ്രി വാങ്ങിയിട്ടൊന്നുമല്ലല്ലോ. നമ്മൾ വന്ന വഴികളിലൂടെ അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിച്ചിട്ടുള്ള പാതയിലൂടെ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. ഞാൻ ഇന്നും വിശ്വസിക്കുന്നതും ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കാനുള്ള കാരണം ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. ആദ്യത്തെ ജോലി എന്തായിരുന്നു? ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ടൈം ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുറേ ഇൻ്റർവ്യൂസിനൊക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫാദറിൻ്റെ അനുജന് ബ്രദറിന് റേഷൻ കടയുണ്ട്, റേഷൻ ഷോപ്പ്. അപ്പോൾ അവിടെ വന്നിട്ട് കണക്കെഴുതാനിരിക്കും, അരി എടുത്ത് കൊടുക്കാനും മണ്ണെടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ പഠിക്കുന്ന സമയത്ത്. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ അകത്ത് ഏൺ ചെയ്തിരുന്നത്, ആ പഠിക്കാനുള്ള സമയത്തിനുള്ള പൈസകളൊക്കെ. പിന്നെ അതിനുശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കിയോസ്കൊക്കെ സെറ്റ് ചെയ്തിട്ട് വീഡിയോകോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മൊബൈൽ ഫോണിൻ്റെ സിമ്മ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളേജിലൊക്കെ പഠിക്കുന്നത്, ഞാൻ കോളേജൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് തന്നെയാണ്. എൻ്റെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ കോളേജിലൊക്കെ കയറി പോകുമ്പോൾ ഞാനിതുപോലെ കിയോസ്കൊക്കെ ആയിട്ട് ബസ്സിലൊക്കെ വരും, ഫോൾഡിങ് ആണ്. അത് കൊണ്ടുവന്നിട്ട് അവിടെ വന്ന് സെറ്റ് ചെയ്ത് ലെവൽ ചെയ്ത് അതിൻ്റെ മുകളിൽ ഈ സംഭവങ്ങളൊക്കെ അടിച്ച് കോടയൊക്കെ വെച്ച് അതിൻ്റെ ഒരു 4 കാലുകളിലൊക്കെ ഉള്ള സംഭവമൊക്കെ വെച്ചിട്ട് അതിനകത്ത് ഓഫേഴ്സൊക്കെ എഴുതി ഞാൻ സിമ്മ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കും. അങ്ങനെ മഴ ആയാലും വെയിലായാലും ഇന്ന ടാർഗറ്റ് പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ അതാണ് പിന്നെ ഞാൻ എന്താ പറയുക എൻ്റെ ഫസ്റ്റത്തെ ഒരു വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം കൂട്ടുകാരൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ റേഷൻ കടയിൽ മണ്ണെണ്ണ എടുത്തു കൊടുക്കാൻ നിൽക്കുന്നു, അരി എടുത്തു കൊടുക്കാൻ നിൽക്കുന്നു, അവിടെ നിന്ന് ഈ സിമ്മ് വിൽക്കാൻ വേണ്ടി കോളേജിൻ്റെ വാതിൽക്ക് നിൽക്കുന്നു. എപ്പോഴെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? ഉള്ളിൽ ചെറിയ വിഷമങ്ങളൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഇന്നൊക്കെ ഞാനത് ആലോചിക്കുമ്പോൾ അന്ന് ഞാൻ കണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഞാനിങ്ങടോ കുറേ ദൂരം ഓടി. അതെ. അപ്പം അങ്ങനെ കാണുമ്പോൾ കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഒരു മത്സരം തുടങ്ങുമ്പോൾ കണ്ടിട്ടില്ലേ, അവസാനം പോണ ആളായിരിക്കും ട്രാക്കിൽ ഫസ്റ്റ് കയറിയിട്ട് വരുന്നത്. ആ ഒരു എക്സ്പീരിയൻസിന്റെ ഒരു ഇത് അതെ അതെ. വീഡിയോ കോളിൽ എത്ര നാൾ വർക്ക് ചെയ്തു? അതിൽ 1 വർഷത്തോളം ഉണ്ടായിരുന്നുള്ളൂ. കാരണം വെച്ചാൽ അധികം നാൾ ആ സംഭവം മുന്നോട്ട് പോയില്ല. അന്ന് ഒരുപാട് കോമ്പറ്റീറ്റർമാരൊക്കെ ഉണ്ടല്ലോ ആ ഫീൽഡിൽ.
അപ്പോൾ എനിക്ക് അതൊരു ജെന്യൂനായിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ പിന്നെ കാരണം വെച്ചാൽ ഓരോരുത്തർ ID വാങ്ങിയിട്ടൊക്കെയുള്ള നമ്മൾ സിം ആക്ടിവേഷൻ ചെയ്യുന്ന പരിപാടികളൊക്കെ. നേരെ എന്ത് ചെയ്തു? സാധാരണ ഒരു മുസ്ലിം കുടുംബത്തിൽ 21-22 വയസ്സായ ഒരു പയ്യന് കിട്ടുന്ന സെയിം പ്രഷർ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഗൾഫിന് പോകാനുള്ള പരിപാടി ഇങ്ങനെ വന്നു തുടങ്ങി, പോകണം എന്നുള്ള മൈൻഡിലായി. അങ്ങനെ വിസിറ്റിൽ ഫസ്റ്റ് ടൈമിൽ ഇവിടെ നിന്ന് നേരെ ഖത്തർ പിടിച്ച്, ഖത്തറിൽ ഗ്രാഫിക് ഡിസൈനൊക്കെ അന്ന് ഭയങ്കര ട്രെൻഡിങ്ങും അല്ലെങ്കിൽ അന്നത്തെ ഒരു മെയിൻ പ്രൊഫഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് കയറി കിട്ടിയത് നമ്മളെ കടലാസ് കട്ട് ചെയ്യാനും മറ്റുള്ള സംഭവങ്ങൾ കട്ട് ചെയ്യാനും ഒട്ടിക്കാനൊക്കെ ആയിരുന്നു. അവർ അതിനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അത് കഴിഞ്ഞിട്ടേ നമുക്ക് സ്ഥാനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ അറിയുന്ന ഡാറ്റ എൻട്രി പരിപാടികളൊക്കെയാണ്. അപ്പോൾ പിന്നെ ഡാറ്റ എൻട്രിയുടെ ഇതിൽ അങ്ങനെ കിട്ടി. അപ്പോൾ അതിൽ കയറി റിസീവിങ് പരിപാടികൾ അങ്ങനത്തെ സംഭവമൊക്കെ. ബ്രദർ ഉണ്ടായിരുന്നു അവിടെ നിന്ന് മാനേജർ എന്ന പുള്ളി. അപ്പോൾ പുള്ളി വലിയ ആളാണ്, ഞാൻ ചെറിയ ആളാണ്. പുള്ളിയുടെ അണ്ടറിൽ ഇങ്ങനെ വർക്ക് ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം ഒന്ന് പ്രൊമോഷൻ കിട്ടിയിട്ട് പിന്നെ കസ്റ്റമർ സർവീസിൻ്റെ ആ ഒരു പ്രൊഫഷനിലേക്ക് എനിക്ക് പ്രൊമോഷനായി. പിന്നെ അവിടെ നിന്ന് ഞാൻ കുറച്ചാൾ വർക്ക് ചെയ്തത് കസ്റ്റമർ സർവീസിലാണ്. അത് തന്നെയാണ് പിന്നെ എന്നെ ഈ ലുലു ഒക്കെ വരെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നേരെ തിരിച്ച് നാട്ടിലേക്ക് വന്നോ അതോ അവിടെ തന്നെയാണ് ലുലു കയറിയത്? ഇല്ലില്ല, ഞാൻ നാട്ടിൽ വന്നു. അതിനുശേഷം പിന്നെ അവിടുത്തെ വിസയുടെ പ്രോബ്ലങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇല്ല. പിന്നെ അവിടെ അടിക്കാനായിട്ടുള്ള ഇത്ര കോട്ട ഉണ്ടാവുമല്ലോ, ആ സമയത്ത് വിസയുടെ ഒക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ നാട്ടിൽ വന്നിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് കയറിയത്. അന്നും ചില എഴുത്ത് കാര്യങ്ങൾ, സ്ക്രിപ്റ്റിങ്, അങ്ങനെയൊക്കെയുള്ള കുറേ ഭയങ്കര ഹരമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മാഗസിനിൽ എനിക്ക് ഒരു ജോലിയുടെ വാക്കൻസി കിട്ടി. അതിൻ്റെ അകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബിസിനസ്സാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. ഞാൻ ഫോക്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെലിബ്രിറ്റീസിൻ്റെ അടുത്ത് പോയിട്ട് അവിടുത്തെ ആർട്ടിക്കിൾസ് കിട്ടുക, അല്ലെങ്കിൽ സെറ്റിൽ പോവാം, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ഇൻ്റർവ്യൂ ചെയ്യുക. ഞാൻ അന്ന് IM വിജയൻ സാറിനൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് അറിയാമെന്നറിയില്ല, ഓർമ്മ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫിലിം സെറ്റിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് അവർ ആർട്ടിക്കിൾസ് ഒക്കെ എഴുതിയിട്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇതിനകത്ത് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ആ സമയത്താണ് നാട്ടിൽ ലുലു സ്റ്റാർട്ട് ചെയ്യണത്. 2013 ലുലു ഇനോഗ്രേഷൻ കഴിഞ്ഞ് ലുലുവിൽ. അതിനു മുമ്പ് തന്നെ 2012 ലാസ്റ്റ് ഓഡിറ്റ് തന്നെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഫ്രണ്ട് എൻഡിൽ കസ്റ്റമർ സർവീസിൻ്റെ സൂപ്പർവൈസറായിട്ട് എനിക്കൊരു പോസ്റ്റ് കിട്ടി. അന്നൊരു 24 വയസ്സുള്ളൂ. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ്. അതാണല്ലോ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി. ഇപ്പോഴും പറയും പല ആളുകളും. ഇപ്പോൾ ഞങ്ങളെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ, ലുലു എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ യൂസഫ് അലി സാറ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഭവം പുള്ളിയുടെ മനസ്സിൻ്റെതാണ് അത്. കാരണം ചില ആ സ്ഥാപനങ്ങളിലും ഇപ്പോഴും നിലനിന്ന് പോണ്. ഇപ്പോഴും നമ്മൾ ലുലുവിൻ്റെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്കിപ്പോഴും തോന്നുന്നില്ല. ഇന്നലെ കണ്ട പോലെ തന്നെ ഇനോഗ്രേഷൻ ഇന്നലെ കഴിഞ്ഞിട്ടുള്ള പോലെ തന്നെ ആ ഒരു ഫീലിങ്ങിൽ, ആ ഒരു ഫ്രഷ്നെസ്സിലൊക്കെ ഇങ്ങനെ ഒരു സ്റ്റോറൊക്കെ ഉണ്ടാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ കാര്യം തന്നെയാണ്. അവിടെ ജോലി ചെയ്യാൻ പറ്റിയില്ലെന്ന് ഞാൻ ശരിക്കും അഭിമാനിക്കുന്നു. എത്ര നാൾ ചെയ്തു ലുലുവിലെ ആ ജോലി? ലുലുവിൽ ഞാനൊരു 2-2.5 വർഷത്തോളം ലുലുവിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ വിദേശത്ത് പോയി, അതിൽ പോയി. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ പേഴ്സണലി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയതിന് ശേഷം പിന്നെ ഞാൻ അവിടെ ഒരു അഡിഡാസിൻ്റെ കമ്പനിയിലായിരുന്നു, സ്റ്റോറിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ വരേണ്ടി വന്ന് പിന്നെ ഞാൻ നമ്മുടെ സിസ്റ്റം ഹൗസിൻ്റെ ഇതിൽ റാഡോയുടെ സ്റ്റോറിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ. നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് ലുലുവിൽ തന്നെ എത്തുകയാണ്. അതെ, ആ സമയത്ത് ലുലുവിൽ തന്നെ എത്തണം. ലുലുവിൽ തന്നെയാണ് ഒരുപാട് പരിപാടികളൊക്കെ എൻ്റെ ലൈഫിൽ കുറേയൊക്കെ സ്വാധീനിച്ചിട്ടുള്ളത്. റാഡോയിൽ എന്തായിരുന്നു പോസ്റ്റ്? റാഡോയില് ഞാൻ അവിടുത്തെ സെയിൽസ് സ്റ്റാഫിനായിട്ടായിരുന്നു ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ റാഡോയിൽ അന്ന് വന്ന ആൾക്കാർ ഓർക്കും കുറെ പേര് ചോദിക്കാറുണ്ട് ഇപ്പോഴും. അവിടെ പോയി കഴിഞ്ഞാൽ ഓണേഴ്സ് ആണെങ്കിലും ശരി, അവിടുത്തെ ഹാഫിസ് ഒക്കെ നല്ല സപ്പോർട്ടീവായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷവും ഞാനിപ്പോൾ പുതിയൊരു പരിപാടി തുടങ്ങിയതിന് ശേഷവും എനിക്ക് ഒരുപാട് സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്, അവർ തരുന്നുണ്ട്. റാഡോയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലൈഫിൽ ഏറ്റവും വലിയൊരു വഴിത്തിരിവ് ഉണ്ടാവുന്നത്. അതെ. എന്തായിരുന്നു അത്? ആ സമയത്ത് ആയിരുന്നു വിവാഹം പരിപാടികളൊക്കെ വരുന്നതും. അവിടെ നിന്ന് നേരെ കൺവെർട്ടായിട്ട് ഞാൻ വേറൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണതും, ആ ബിസിനസ്സിൽ നിന്ന് നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാധനം ജസ്റ്റ് ഇങ്ങനെ താഴേക്ക് പോണതും എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ട്രാജഡി അനുഭവിച്ചിട്ടുള്ളതൊക്കെ ആ സമയത്താണ്. അങ്ങനെ ഞാനിട്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, സ്റ്റാർട്ട് ചെയ്തത് വേറൊരു സംഭവം, അവസാനിച്ചത് വേറൊരു സംഭവത്തിലായിരുന്നു. ഞാൻ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് ആ ഒരു പരിപാടി ആണ് ഞാൻ നോക്കിയത്. അതായത് നമ്മുടെ ഓനിയനൊക്കെ ഇല്ലേ, സവോള, വെജിറ്റബിൾസിന്റെ ഒക്കെ, അതിൽ മെയിനായിട്ട് ഇങ്ങനത്തെ സവോള ആ ഒരു സംഭവങ്ങളൊക്കെ, ഉള്ളി. പക്ഷെ അത് ഞാൻ എടുത്തിട്ട് ഇവിടെ സെയിൽ ചെയ്തപ്പോഴാണ് മനസ്സിലായത് നമ്മളെക്കാളും കുറവിനോട് ആൾക്കാർ കൊടുക്കാനുണ്ടെന്നും അത് ഫ്ലോപ്പ് ആണെന്നും നമ്മളത് ചെയ്ത തീരുമാനം തെറ്റായെന്നും. പക്ഷെ വന്ന് എത്തിപ്പെട്ടു പോയി.
നനഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയല്ലേ, ഇപ്പൊ കടലിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നനഞ്ഞല്ലേ, കുളിച്ചിട്ട് കയറാന്നൊക്കെ പറഞ്ഞ പോലെ. എന്തായിരുന്നു ആ ബിസിനസ്, എങ്ങനെ എന്നിട്ട് ഫ്ലോപ്പ് ആയി? പഠിക്കാതെ ചെയ്തതുകൊണ്ടാണോ? ആ ബിസിനസ് ചിലപ്പോൾ അങ്ങനെയും പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രഷറിന്റെ പേരിൽ ചെയ്ത ബിസിനസ്സാണ്. ശരിക്കും എനിക്കത് താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ ഞാൻ അതിലേക്ക് വന്നിട്ട് ഞാൻ വിചാരിച്ച പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. കാരണം എനിക്ക് കിട്ടുന്ന, നമുക്കൊരു മെന്റലി സപ്പോർട്ടാണല്ലോ എപ്പോഴും വേണ്ടത്. അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവരെ കിട്ടുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഒരു മെൻ്റൽ സപ്പോർട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാനിവിടെ വന്നിരിക്കുന്നത് ആ ഒരു കോൺഫിഡൻസിൽ. കാരണം ഇപ്പം ഞാൻ ആ ഒരു കാര്യത്തിൽ ഹാപ്പിയാണ്. എന്താ പറയുക എൻ്റെ ഒരു ഇപ്പോൾ മാരീഡ് ലൈഫ് ആണെങ്കിൽ ശരി, ആ ഒരു സപ്പോർട്ടുണ്ടല്ലോ, ഫാമിലി സപ്പോർട്ടൊക്കെ ഇപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അന്ന സമയത്ത് എനിക്കത് കിട്ടിയിരുന്നില്ല. ആ സമയത്ത് ഞാനൊരു എയ്സ് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു, പിക്കപ്പിൻ്റെ ചെറിയ വണ്ടി, എയ്സ് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്താണ് ഞാൻ ഇതൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടുള്ള പരിപാടിയിലൊക്കെ നിന്നത്. പക്ഷേ അന്നത്തെ ആളുകൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർ തന്നെ ചിലപ്പോൾ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല. അന്ന് ഞാനിതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ട് 5 കിലോ 100, 6 കിലോ 100 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വിറ്റിരുന്നത്. റോഡരികിലൊക്കെ ഞാൻ കൂട്ടിയിട്ടിട്ട് ഷീറ്റൊക്കെ വിരിച്ചിട്ട് അതിൽ കൂട്ടിയിട്ടൊക്കെയാണ് ഇതൊക്കെ ഇങ്ങനെ ഡംപ് ചെയ്ത് കൂട്ടിയിട്ടിട്ട് ബോർഡൊക്കെ വെച്ചിട്ട് ആണ് ഞാൻ അവിടെ നിന്നിട്ട് സെയിൽ ചെയ്തിരുന്നത്. അന്ന് ഒരാഴ്ച മുമ്പ് 2 ആഴ്ച മുമ്പ് കോട്ടും സൂട്ടൊക്കെ ഇട്ട് വന്നിരുന്ന ഞാൻ പിന്നെ വന്നിട്ട് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാവിമുണ്ട് മോശം എന്നല്ല ഞാൻ പറഞ്ഞത്, എന്ത് ജോലിക്കും അതിൻ്റെ ഒരു ഇതായതുണ്ട്. ഒരു മുണ്ടും ഷർട്ടും അല്ലെങ്കിൽ മുഷിഞ്ഞ ടീഷർട്ടൊക്കെ ഇട്ടായിരിക്കും എന്നെ പലരും കണ്ടിട്ടുണ്ടാവുന്നത്. പക്ഷേ എന്ത് ജോലി ചെയ്യാനായിട്ട് ഞാൻ ഓക്കെ ആയിരുന്നു, എൻ്റെ മൈൻഡ് ഓക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് അത് ചെയ്ത് പിന്നെ അതിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തൊരു സ്ഥലത്തൊരു വേറൊരു പറമ്പ് കിട്ടിയിട്ട്, ഒരു സ്ഥലം കിട്ടിയിട്ട് ഞാൻ അതിനകത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു ഹോൾസെയിലും റീറ്റെയിലൊക്കെ പോലത്തെ ഒരു സംഭവം ചെയ്ത് പിന്നെ ആ സമയത്താണ് നോട്ട് നിരോധനം പരിപാടികളൊക്കെ വരുന്നത്. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള പൈസ സപ്ലൈസ് വാങ്ങാതായി, മാർക്കറ്റിൽ എടുക്കാണ്ടായി. പിന്നെ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷം ഫാമിലിയിൽ നിന്നുള്ള പ്രഷറും കാര്യങ്ങളും സമാധാനം ഇല്ലാതായി. അങ്ങനെയാണ് ആ ഒരു ബിസിനസ് ഫ്ലോപ്പായിട്ട് പോണത്. പിന്നെ രണ്ടാമത് ട്രൈ ചെയ്തിട്ട് വീണ്ടും ദുബായിക്ക് തന്നെ പോയി. കാരണം നമ്മൾ അതുവരെ നിന്നിരുന്നൊരു സാഹചര്യത്തിൽ നിന്നല്ല രണ്ടാമത് തവണ ദുബായിലേക്ക് പോകുന്നത്. ആദ്യത്തെ തവണ പോയപ്പോഴും രണ്ടാമത്തെ തവണ പോയപ്പോഴും നമ്മൾ ഓക്കെ ആയിരുന്നു. മൂന്നാമത് പോകുമ്പോൾ നമ്മൾ അത്ര ഓക്കെ അല്ല അല്ലേ? അതെ, മൂന്നാമത് പോകുമ്പോൾ അത്ര ഓക്കെ അല്ല. മൊത്തത്തിൽ എന്നെ അറിയുന്നവർക്ക് അറിയാം, ഈ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് നമ്മളത് പറയുന്നത് എന്നെ അറിയുന്നവർ അറിഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. പക്ഷേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അത് അനുഭവിച്ചിട്ടേ പോവുള്ളൂ. കാരണം ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജാതിയിലും മതത്തിലും ഒക്കെ എൻ്റേതായ മതം അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള ഇതാണ്. ബാക്കിയുള്ള ആൾക്കാരെ ബഹുമാനിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. ഞാൻ അങ്ങനെ ഒരു കൾച്ചറിൽ പോകുന്ന ആളാണ്. അപ്പോൾ കർമ്മ എന്ന് പറഞ്ഞ സംഭവത്തിൽ 100% കിട്ടും. കാരണം ദൈവം സ്പോട്ടിൽ കൊടുക്കുന്നുണ്ട്, പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ. സ്പോട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനത് അവിടുന്ന് പിന്നെയും പോയതിന് ശേഷമാണ് ഞാൻ ഓൾറെഡി ഈ പെർഫ്യൂമിനോട് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര താല്പര്യമാണ്, മുമ്പേ താല്പര്യമുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫാദറിന് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ വന്നിട്ട് അത് മറിച്ച് വിൽക്കുന്ന പരിപാടി, ഫോറിൻ കച്ചവടം എന്നൊക്കെ പറയും. ഡ്യൂട്ടി പെയ്ഡ്, ഇപ്പോൾ കുറച്ചുകൂടി മോഡേൺ ആയിട്ട് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ് അല്ലെങ്കിൽ ഡ്യൂട്ടി പെയ്ഡിൻ്റെ പരിപാടി. അന്നൊക്കെ ആ സമയത്ത് തന്നെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേയൊക്കെ ഞാൻ പെർഫ്യൂമൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എത്തണം എന്നുള്ള മൈൻഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ എത്തും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത തവണ ദുബായിക്ക് പോകുന്നത് ജോലി കിട്ടിയിട്ടാണോ പോകുന്നത്, അതോ അവിടെ ചെന്നിട്ട് അന്വേഷിക്കുന്ന രീതിയിലാണോ? ജോലി കിട്ടിയിട്ടല്ല, വേറെ പോയിട്ട് അന്വേഷിക്കണം, കണ്ടെത്തണം. എന്തായാലും മനസ്സൊക്കെ ആ സമയത്തൊക്കെ ഞാൻ പാകപ്പെടുത്തിയെടുത്ത്. അതിൻ്റെ ഇടയിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാ ജോലിയും അടിപൊളിയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഊബർ ടാക്സി ഓടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കോട്ടോ സൂട്ട് ഇട്ട സ്ഥലത്തും സവോള അല്ലെങ്കിൽ ഉള്ളിയൊക്കെ വിട്ടിരുന്ന സ്ഥലത്ത് കൂടിയും ഇന്നെൻ്റെ സ്ഥാപനം എന്ന് പറയാൻ പറ്റില്ല, സ്ഥാപനങ്ങളുള്ള സ്ഥലത്തൊക്കെ ഒക്കെ ഞാൻ മുമ്പ് ഊബറിൽ ടാക്സി ഡ്രൈവറായിട്ട് പോയിട്ടുള്ളത്. അങ്ങനത്തെ ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ പിന്നെ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ വന്ന വഴികളൊന്നും ഒരിക്കലും മറക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷമാണ് ദുബായിൽ പോണത്. എന്നിട്ടും ഫ്ലോപ്പായിട്ടാണ് ദുബായിൽ പോണത്. ദുബായിൽ പോയി കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ക്ലിനിക്കിൽ അവിടെ ഇൻഷുറൻസിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്യൽ, അതിൻ്റെ ഫ്രണ്ട് എൻഡിൽ ഓഫീസിലാണ് ജോലി കിട്ടുന്നത്. അങ്ങനെ അവിടെ ഞാൻ ഒരു വിസിറ്റ് അടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്ത് അടക്കണം. കാരണം വെച്ചാൽ അവിടെ ഒരുപാട് പേര്, ഞാൻ പിന്നെയാണ് അറിയണത്, നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഫ്രോഡുകൾ ഉണ്ടെന്നൊക്കെ. അവിടെ ഒരു ഡോക്ടറായിരുന്നു നടത്തിയിരുന്നത്. പുള്ളിക്കാരൻ തന്നെ രണ്ടാമത് നമ്മൾ കൊണ്ട് വിസ ഒരെണ്ണം നമ്മൾ എടുത്തിട്ട് വരണം, പിന്നെ നമ്മളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടിക്കണം. അങ്ങനെ കുറേ തവണ നിൽക്കുന്ന കുറേ പേര് ഞാൻ അവിടെ കണ്ടു.
അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം ഇതത്ര സക്സസ് അല്ല, അല്ലെങ്കിൽ ഇത് പണിയുണ്ട്, നമ്മൾക്കും ഇതാവില്ല. കാരണം വെച്ചാൽ ഭയങ്കര ചീറ്റിംഗ് പരിപാടികളാണ് ആ ഫീൽഡിൽ നടക്കണം, മെഡിക്കൽ ഫീൽഡ്. പിന്നെ ഞാൻ വിചാരിച്ചു ആ പൈസ എനിക്ക് വേണ്ട. ഞാൻ ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒരു വരവ് വരുന്നുണ്ട്. അതിലാണ് ഈ ഒരു ഫ്രാഗ്രൻസ് ഫാക്ടർ എന്ന് പറഞ്ഞൊരു സംഭവം, ബ്രാൻഡ് വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ അനുഭവിച്ച സംഭവം പറയാം. കാരണം വെച്ചാൽ ഈ ഒരു വിസിറ്റിൽ വന്നിട്ട് എനിക്ക് ഇനി ഒരു മാസം കൂടെയും ഗ്യാപ്പ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അന്ന് 3 മാസത്തെ വിസിറ്റിലാണ്. ഓരോ തവണ വിസിറ്റിന് പോയിട്ട് ഈ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുമ്പോഴും ഓരോ തവണ വിസിറ്റിലാണ് നമ്മൾ പോകുന്നത്. ഈ വിസയുടെ കാശൊക്കെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, സാലറി കറക്റ്റ് തരുന്നില്ല. അതിന്റെ അകത്തുനിന്ന് കട്ടിങ് പരിപാടികളൊക്കെ പോവുകയും ചെയ്യും. ഫുഡിന്റെ പൈസ, അക്കോമഡേഷന്റെ പൈസ ഒക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെയാണ് കിട്ടുന്നത്. ആ സമയത്ത് അത് പറ്റുള്ളൂ. നമുക്ക് എങ്ങനെയുള്ളത് ചെയ്ത് പോകണം, സർവൈവ് ചെയ്ത് പോകണം. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വന്നിട്ട് അതിനേക്കാളും സർവൈവിങ് ആണ് ഞാൻ അടുത്ത് പറയാൻ വേണ്ടി പോണത്. എന്നിട്ട് ഞാൻ ഒരു മാസം കൂടി ഗ്യാപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ റൂമിൻ്റെ അകത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാൻ താമസിക്കുന്നത് കസിൻസിൻ്റെ അവിടെ കൂടെ തന്നെയാണ്. അപ്പോൾ റെൻറ്റിനും കാര്യത്തിലൊക്കെ ഞാൻ പേയ്മെൻറ്റ് ചെയ്യണം. ആ സമയത്ത് കഴിക്കാനായിട്ട് ഫുഡിൻ്റെ കാര്യം ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ കൂടുതലുള്ള ആൾക്കാർക്കൊന്നും അറിയില്ല ഞാൻ പട്ടിണി എടുക്കണമെന്ന്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇപ്പം സർവൈവ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. ഞാൻ ആരെ അറിയിക്കാൻ വേണ്ടി പോയിട്ടില്ല. അപ്പോൾ അവർ വരും, വീക്കെൻഡിൽ വരും, അവർ കൂടി പോയിട്ട് ഭക്ഷണം കഴിക്കും. പൈസ ഒക്കെ ഞാൻ തന്നെ കൊടുക്കുകയും ചെയ്യും. അതിനുശേഷം ഞാൻ ഒരു കള്ളത്തരം ഞാൻ കാണിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാനത് അന്ന് റൂമിൻ്റെ അകത്ത് ഗ്യാസ് ഇല്ല, ഗ്യാസിൻ്റെ കണക്ഷൻ പരിപാടി ഇല്ലാത്തതുകൊണ്ട് കറണ്ട് ബില്ലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. നല്ല അത്യാവശ്യത്തിന് എടുക്കണേ. പക്ഷെ ഞാനന്ന് കുക്കറിൻ്റെ അകത്ത് അരിയും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഒരുമിച്ചിട്ടിട്ട് ഞാൻ കുക്ക് ചെയ്യും. കഞ്ഞി പോലെ സെറ്റ് ചെയ്തിട്ട് ആരും കാണാതെ. അവർ ഡ്യൂട്ടിക്കൊക്കെ പോണ സമയത്താണ് ഞാൻ റൂമിലുണ്ടാവും. ഞാനന്ന് കുറേ ഇൻ്റർവ്യൂവിനൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാം. ഇപ്പോൾ സാധാരണ വിദേശത്ത് പോയി കഴിഞ്ഞാൽ കുറേ പേര് ചെയ്യുന്ന പരിപാടി ഇങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും, ലാപ്പൊക്കെ മുന്നിൽ വെച്ചിട്ട്. അങ്ങനെ ഞാൻ ഈ ഭക്ഷണമൊക്കെ താഴെ നിന്നൊരു 5 ദിർഹംസിന് 3 ദിർഹംസിനൊക്കെ സാധനം വാങ്ങിയിട്ട് ഒരുമിച്ചൊക്കെ ഇട്ട് വീട്ടിൽ നിന്ന് കൊണ്ട് അച്ചാറൊക്കെ ഉണ്ട്, അതൊക്കെ കൂട്ടിയിട്ട് ഒരുമിച്ചാണ് കഴിക്കുന്നത്. അല്ലാണ്ട് സാധാരണ ഭക്ഷണം പോലെയല്ല. ആരും അറിയിച്ചിട്ടൊന്നുമില്ല. പിന്നെ പട്ടിണി എടുക്കാൻ വേണ്ടി 10 ദിർഹംസ് വേണമെന്ന് പറഞ്ഞ പോലത്തെ ഒരു കഥയാണ്. അതൊക്കെ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ തൊട്ടടുത്തുള്ള റൂമിൽ ഒരുത്തൻ ഇതുപോലെ ലാപ്പിൽ ഞാനൊരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു ജോലിയാണ്. എനിക്കത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് സെറ്റാണെന്ന് എനിക്ക് 100% അറിയാം. കാരണം എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു റെഫർ ചെയ്യാനായിട്ട് ആളൊക്കെ ഉള്ളതാണ്. പക്ഷേ അതും ഇങ്ങനെ ഡിലേ ചെയ്ത് പോകുന്ന സമയത്താണ് ഒരുത്തൻ വന്നിട്ട്, അപ്പുറത്തെ റൂമിൽ ഒരുത്തൻ വന്നിട്ട് അവന് ചിലപ്പോൾ ദേഷ്യത്തോടെ കൂടി ചോദിച്ചായിരിക്കും, ഇങ്ങനെ ഇരിക്കാനാകുമ്പോൾ സാധാരണ നമ്മൾ ചില ആൾക്കാരുടെ അടുത്ത് പറയില്ല അതുപോലെ, നിനക്ക് വല്ല പോയി 10 രൂപ വിറ്റിടാം, അല്ല പള്ളിയുടെ അടുത്ത് പോയിട്ട് 10 രൂപ വിറ്റിടാന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ വീട്ടിൽ വിളിക്കുന്നുണ്ട്. വീട്ടിൽ വിളിച്ചിട്ടും അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ അത്ര ശുഭമുള്ള കാര്യങ്ങളെന്നല്ല കേൾക്കണത്. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പം പറഞ്ഞു എന്തായാലും ശരിയാവും. അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ഈ നിസ്കരിക്കുന്ന സമയത്ത് നിന്നൊക്കെ ആയിരിക്കും ശരിക്കും ദൈവത്തിന് മാത്രം പ്രാർത്ഥിക്കുന്ന സമയത്ത് മനസ്സിൽ വരാൻ പാടുള്ളൂ. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടങ്ങളും കാര്യങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ആ നിസ്കരിക്കുന്ന സമയത്ത്, ആ ഒരു പ്രാർത്ഥിക്കുന്ന സമയത്താണ് ശരിക്കും മൈൻഡിൽ നിന്ന് കയറി വരാം. അങ്ങനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ചിന്ത, ഉൾവിളി എന്ന് പറയില്ലേ, ചിലപ്പോൾ ദൈവം തന്നതായിരിക്കാം. ആ ഒരു സംഭവമാണ് പിന്നീട് ആ നിസ്കാരം കഴിഞ്ഞിട്ട് സംഭവിച്ചത്. എന്തായിരുന്നു നിസ്കാരത്തിനകത്ത് കിട്ടിയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പല പല ഓർമ്മകളൊക്കെ ഇങ്ങനെ വരും, അല്ലെങ്കിൽ പല പല ചിന്തകളൊക്കെ ഇങ്ങനെ മനസ്സിനെ അലട്ടും എന്ന് പറഞ്ഞില്ലേ. ഇങ്ങനെയൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഈ കളിയാക്കി ചോദിച്ചിട്ടുള്ള ചോദ്യം പിന്നെയും വന്ന് അങ്ങനെ നേരെ ഞാനത് പോസിറ്റീവ് ആക്കി എടുത്ത്. ഞാൻ നിൽക്കുന്നത് ദുബായിലായിരുന്നു. ദുബായിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെർഫ്യൂം ബിസിനസ് നടക്കുന്ന, ഹോൾസെയിലും റീറ്റെയിലൊക്കെ ആയിട്ട് പെർഫ്യൂമൊക്കെ ബിസിനസ്സൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ്. ഞാൻ പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് മുമ്പേ ഭയങ്കര താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഭയങ്കര താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലേക്ക് പോകണതാണ്. മാർക്കറ്റിൽ പോയിട്ട് ഞാൻ കണ്ടുമുട്ടുന്ന ആൾക്കാരൊക്കെ ഭയങ്കര വലിയ ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ സിനിമ ഡയലോഗിൽ ഇപ്പോൾ ഈ ജാക്കബിൻ്റെ സ്വർഗ്ഗരാജ്യത്തിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അവർക്കൊക്കെ ഡീൽ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പർച്ചേസ് ചെയ്യും, ക്യാഷ് പർച്ചേസ് ആയിരിക്കും ചെയ്യണത്, ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും എടുക്കുന്നത്. പക്ഷേ നിങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കയറ്റി അയക്കണതിന് അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് കൊടുക്കണേക്കാളും കൂടുതൽ ഇതിൽ ഞാൻ ടേൺ ഓവർ ഞാൻ തരും നിങ്ങൾക്ക്. വിശ്വാസമാണ്. ഞാൻ എന്തോ കൈ നീട്ടിട്ട് എന്തോ ഒരു പഞ്ചിൽ പറഞ്ഞു പോയതാണ്. പക്ഷേ അതെനിക്ക് കറക്റ്റാക്കാൻ വേണ്ടി പറ്റി. പിന്നീട് ഞാൻ ഈ പെർഫ്യൂം ഓയിൽസ് ഒക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് എൻ്റെ സപ്പോർട്ട് ചെയ്യാനായിട്ട് 1-2 പേരെ ഞാൻ റിസർവിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സുകൾ. ഏറ്റവും അവസാനം, കാരണം അതിന് മുമ്പ് വരെയും വേറൊരാൾ തന്ന പൈസ കൊണ്ടാണ് ഞാൻ പറഞ്ഞല്ല, ഞാൻ കാർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാത്തിലും ഓക്കെയാണ്. അപ്പോൾ അതിനും ഒരു എന്ത് പണി ചെയ്യാനൊരു മടിയില്ല. ഇല്ല, കാർ വാഷ് ചെയ്യാന്ന് വെച്ചാൽ ബാഗിൻ്റെ അകത്തൊക്കെ ബോട്ടിൽസ് ഒക്കെ എന്നെ അറിയുന്നവർക്ക് അറിയാം. അത് ഈ കഥ നേരിട്ട് അനുഭവിച്ച ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇത് കാണുന്നവരുണ്ടാവും.
അതിനകത്ത് 4-5 ബോട്ടിലൊക്കെ വെച്ച് ആ ഉണ്ടായ പൈസക്കൊക്കെ കാർ വാഷും അല്ലെങ്കിൽ കാറ് വാഷ് ചെയ്തിട്ട് എടുക്കാനുള്ള ബാക്കിയുള്ള സംഭവങ്ങൾ ലിക്വിഡ്സ് ഒക്കെ വാങ്ങിയിട്ട് അതായിട്ടാണ് ഞാൻ നടന്നിട്ട് പോണത്. എന്നിട്ടും എനിക്ക് റിജക്ഷൻ കിട്ടിയിരിക്കുന്ന സമയത്താണ് ഈ നിസ്കരിക്കുന്ന സമയത്ത് ഈ ഒരു ഉൾവിളി കിട്ടുമെന്ന് പറഞ്ഞാല് അത് കിട്ടണത്. അവരോട് പോയി ചോദിക്കുമോ? അങ്ങനെ പോയിട്ട് ചോദിച്ചിട്ട് ഓരോരുത്തരുടെ പോയി ചോദിക്കും. അപ്പൊ എല്ലാവരും റിജക്ട് ചെയ്യണം. കാരണം അവിടെ ബംഗ്ലാദേശികളൊക്കെയാണ് വാഷ് ചെയ്യണത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ പോലുള്ളതൊക്കെ എങ്ങനെയാണ് ഞാൻ വാഷ് ചെയ്യിക്കുക എൻ്റെ കോലൊക്കെ കണ്ടിട്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ കോലത്തിന് എന്ത് പ്രശ്നം? പറഞ്ഞ അല്ല, നീയൊക്കെ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ളവനും അത്യാവശ്യം നല്ലൊരു ട്രേഡ് നിൽക്കണം, നീയൊക്കെ ഞാൻ ചെയ്യില്ല. ശരിയില്ല. ഞാൻ പറഞ്ഞു, എന്ത് ജോലി ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ആ ഒരു ചിന്തയൊക്കെ തന്നെയാണ്. പിന്നെ അടുത്ത ദിവസങ്ങളിൽ ഞാനിത് പെർഫ്യൂമും ഓയിൽസൊക്കെ ആയിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ നടന്ന് വിൽക്കാനായിട്ട് ഞാൻ പോകുമ്പോൾ എൻ്റെ മൈൻഡിൽ ഇതൊക്കെ ആയിരുന്നു. ആളൊക്കെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്ത് ജോലിയാണെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഇത് എല്ലായിടത്തും കൊണ്ടായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ, റെസ്റ്റോറൻറ്റിൽ, ഓഫീസുകളിൽ, അതുപോലെ തന്നെ ഗ്രോസറികൾ, എല്ലായിടത്തും പോകും. IT കമ്പനികൾ, ജ്വല്ലറീസ്, ഇവിടെ ഒക്കെ കയറിയിട്ട് അവിടെ സെക്യൂരിറ്റീസ്, ഇവരുടെ അടുത്തൊക്കെ പോയിട്ട് ഞാൻ ഈ സംഭവത്തിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. എൻ്റെ കയ്യിലുള്ളത് ഈ ഫ്രാഗ്രൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓയിൽസാണ്. സാധാരണ നിങ്ങൾക്ക് കിട്ടണ പോലെ നോർമൽ അത്രയല്ല, മറ്റേ തൊപ്പിയും താടിയും വെച്ച് നിൽക്കുന്ന ആൾക്കാരെ പോലത്തെ അത്ര പരിപാടിയല്ല, ക്വാളിറ്റി ഉള്ള സാധനം. ഞാൻ എപ്പോഴും മാർക്കറ്റിൽ നിന്ന് വാങ്ങേണ്ടത് ക്വാളിറ്റി ഉള്ള സാധനം എനിക്ക് തരണം. ക്വാളിറ്റി ആണ് മെയിൻ, പൈസ അല്ല പ്രശ്നം. ഞാനിത് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ മാർക്കറ്റിൽ നിന്ന് സംഭവങ്ങളൊക്കെ വാങ്ങുന്നതും അത് ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതും. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബ്രാൻഡിനെ അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. പേരുട്ട് ഫ്രാഗ്രൻസ് ഫാക്ടർ സ്വയമായിട്ടുള്ള പേരാണ്. പല അർത്ഥങ്ങളുണ്ട് അതിനകത്ത്. ഫ്രാഗ്രൻസ് സുഗന്ധം, ഫാക്ടർ ഘടകം എന്ന് പറയും. അതുപോലെ തന്നെ കുറച്ചുകൂടി നൗൺസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദല്ലാള്, അതായത് വിൽപ്പനക്കാരൻ, ഇടനിലക്കാരൻ, എല്ലാവരും. ഇപ്പോഴും ചില ആൾക്കാർ ഈ പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഇപ്പൊ ലക്ഷറി എന്നുള്ളത് ഞാൻ ആഡ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രാഗ്രൻസ് ഫാക്ടറി ലക്ഷറി എന്ന് പറയുമ്പോൾ ഞാൻ പറയും പറ്റാത്തവർ FFL എന്ന് വിളിച്ചാൽ മതി. ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് പറയാൻ ബുദ്ധിമുട്ട് പേരൊക്കെ. അപ്പൊ അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് എനിക്ക് ട്രസ്റ്റഡ് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് വന്നു. ഇപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ സ്റ്റോറിലൊക്കെ വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ വന്നിട്ട് സ്റ്റോറിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് പോണ കസ്റ്റമേഴ്സ് ഉണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടുന്നത്. അവരാണ് പിന്നെ എനിക്ക് ഫ്രാഗ്രൻസ്, പെർഫ്യൂം മേക്ക് ചെയ്യാനായിട്ട്, സ്പ്രേ പെർഫ്യൂം മേക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതും, പിന്നെ എൻ്റെതായ രീതിയിൽ ഞാൻ ചെയ്യണതും, ഫ്ലോപ്പ് ആവണതും, പിന്നീട് സക്സസ് ആവണതും, പിന്നീട് ട്രസ്റ്റായി മാറണതും, ഒരു ബ്രാൻഡായി മാറണതൊക്കെ അവിടെ വെച്ചിട്ടാണ്. ആ സമയത്താണ്, ഈ ലോക്ക്ഡൌണിന് തൊട്ട് മുമ്പ്, അതായത് ഈ കൊറോണയുടെ സമയത്തിന് തൊട്ട് മുമ്പ്. അപ്പൊ നമ്മൾ ഉറപ്പിച്ചു നമ്മുടെ ഇനി മുന്നോട്ടുള്ള ജീവിതം ഈ സുഗന്ധത്തിന്റെ കൂടെയാണെന്ന് നമ്മൾ ഉറപ്പിച്ചു. അതെ, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഉമ്മ എന്നെ വിളിക്കാറുണ്ട്. ഫാദർ വീട്ടിലുണ്ട്, എന്നാലും ഉമ്മമാരായിരിക്കുമല്ലോ കുറച്ച് കണക്ഷനായിട്ട്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ 2 പേരാണ്, അതിൽ ഞാൻ താഴെയുള്ളതാണ്. അപ്പൊ എന്തായാലും അറ്റാച്ച്മെന്റ് ഉണ്ട്. അതെ, എൻ്റെ കാര്യത്തിൽ. കാരണം വെച്ചാൽ എൻ്റെ ഉമ്മയുടെ കയ്യിൽ നിന്നൊക്കെയാണ് ഞാൻ പെട്രോൾ അടിക്കാനൊക്കെ ഉള്ള പൈസ എൻ്റെ ഏറ്റവും മോശം സമയത്തൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ളതും. ഉമ്മ അവിടെ നിന്നെങ്കിലും അതിൻ്റെ എടുത്ത് തരും. ഉമ്മയുടെ കയ്യിൽ അല്ലെങ്കിൽ വാപ്പയുടെ കയ്യിൽ നിന്നൊക്കെ വെച്ചാൽ ഉമ്മ എടുത്ത് തരും. അപ്പോൾ ഉമ്മയുടെ അടുത്ത് ഞാനിപ്പോൾ ചോദിക്കുമ്പോൾ ഉമ്മ പറയണത്, അന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായതാ നീ നന്നാവുന്നു. ഉമ്മ അതേ പറയണുള്ളൂ ഇപ്പോഴും. അതെ, ഇപ്പോൾ ആ ഉമ്മ പറയണ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഓരോരുത്തരും ഉമ്മ പറയും, ഇപ്പോൾ ഇന്ന പോലെ ചെയ്യണം, ഇന്ന ചെയ്യണം എന്നൊക്കെ പറഞ്ഞേൽപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് ഉമ്മ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും അതട്ടാ, ഇപ്പോഴും ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ അടുത്ത് നന്ദി എന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പം ഉമ്മ ജീവിച്ചിരിക്കുന്നത് നല്ലൊരു കാലമാണ്, നല്ലൊരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞത്, ചിലപ്പോൾ നിനക്ക് വിധിച്ചിട്ടുള്ളതായിരിക്കും, നീ അതിൻ്റെ അകത്ത് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നീ മുന്നോട്ട് പോകും, ഇനി വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതെന്ന്. സത്യം, അന്ന് ആ പറഞ്ഞ വാക്കിലാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വരെയും കുറച്ച് വേരിയേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും കോമൺലി കിട്ടുന്ന പോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ നാട്ടിൽ വന്ന് തുടങ്ങിയ കഥ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഞാൻ വീണിട്ടും ഞാനത് പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ ആ ഹൈറ്റിലേക്ക് തന്നെ പൊന്തി പോയിട്ട് ഞാനിപ്പോൾ ഒരു ഇതിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇന്ന് വരെയും ഓക്കെയാണ് കാര്യങ്ങളൊക്കെ. ഈ ദുബായിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് വലിയൊരു ട്രാജഡി ആയിരുന്നു. അതെ, എന്തായിരുന്നു അത്? അത് കേൾക്കാൻ ആഗ്രഹിക്കാത്ത കുറേ കാര്യങ്ങൾക്കാണ് ഞാനത് വന്നതെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഞാനത് ഓവർകം ചെയ്ത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വന്നിട്ട് ഒരു ചെറിയൊരു ബിൽഡിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു പഴയ ബിൽഡിംഗ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇങ്ങനെ എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ലെവൽ ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. അതിന് മുമ്പ് വരുന്നേക്കാളും തൊട്ട് മുമ്പ് തന്നെ എൻ്റെ ബ്രദറിന് കാർ വാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ കാർ വാഷിൽ ഞാൻ
ഹെൽപ്പായിട്ട് ഞാൻ പോവാറുണ്ട്. കാരണം വെച്ചാൽ അന്ന് ഇപ്പോൾ ബംഗാളികൾ മറ്റുള്ള ഹിന്ദിക്കാരൊക്കെ കുറവാണല്ലോ കോവിഡിന്റെ സമയത്ത്. പിന്നെ കാർ വാഷ് ചെയ്യാൻ വേണ്ടി ഒന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ ചെളിയിലൊക്കെ കുളിച്ച് ഇങ്ങനെ ഇതായിട്ടുണ്ട്. പക്ഷെ നല്ല രസമാണ്. എന്ത് ജോലിയാണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട്. എനിക്ക് സജീറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്വാളിറ്റി ഇത്, എല്ലാ ജോലി ചെയ്യാനും ഒരു മടിയില്ല. കോട്ടിട്ട് ലുലുവിൽ നിന്ന ആൾക്ക് പച്ചക്കറി വിൽക്കാൻ ഇറങ്ങാൻ ഒരു മടിയില്ല, കാറ് കഴുകാൻ ഇറങ്ങാനും മടിയില്ല, സുഗന്ധമായിട്ട് ഈ ഫ്രാഗ്രൻസ് ആയിട്ട് റോട്ടിൽ കൂടെ നടന്ന് വിൽക്കാനും മടിയില്ല. അതൊരു ഭയങ്കര നല്ല ക്വാളിറ്റി ആയിട്ടോ. ചില ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം എന്ന് പറയില്ലേ. പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ എല്ലാവർക്കും വേണ്ടി ജീവിക്കണം. ഇപ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ സ്റ്റോറിൽ ഇത്രയും സ്റ്റാഫുകളുണ്ട്, എനിക്ക് ഒരാൾക്ക് മാത്രം അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടതൊന്നുമില്ല. എല്ലാ ജാതി മതസ്ഥരും എൻ്റെ സ്റ്റോറിലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ഒക്കേഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടേതായിട്ടുള്ള ഒക്കേഷൻസിന് അവരായിട്ടുള്ള സെലിബ്രേഷൻ ചെയ്യുന്ന സമയത്ത് അവർക്കുള്ള സമയം ലീവ് കൊടുക്കുകയും ചെയ്യും. അവർക്കുള്ള ഇൻസെൻറ്റീവ്സ്, ബാക്കിയുള്ള സംഭവങ്ങൾ, ബോണസ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്ക് വേണ്ടി മാത്രം മാറണം എന്ന് പറയുന്നത് ശരിയില്ല. എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാം, ചേഞ്ചസ് ഒക്കെ വരുത്താം. ആ ഒരു സംഭവമാണ്. അത് ശരിക്കും ആഗ്രഹിക്കാത്തൊരു സംഭവമാണ്. ഞാൻ എന്താ പറയുക, ഒരിക്കലും മനസ്സിൽ തന്നെ അതൊക്കെ വിട്ട് കളഞ്ഞ കേസുകളാണ് അതൊക്കെ. പക്ഷേ വേറെ എന്താണ് പറയാൻ വേണ്ടി, ഈ കാർ വാഷിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് പിന്നെ ഈ ഫ്രാഗ്രൻസ് നാട്ടിൽ ഒരു ക്ലച്ച് പിടിപ്പിക്കാന്നുള്ള ഒരു തോട്ടിലേക്ക് വരുന്നത് അല്ലേ? അതെ. അപ്പോൾ ഞാൻ എന്തായാലും നാട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്താണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഷോപ്പൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അവിടെ ഓൾറെഡി ഞാൻ കുറേ പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് പ്ലാനിങ്ങുകൾ എൻ്റെ മൈൻഡിലുണ്ട്. അപ്പോൾ ഞാനങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ച്, എടാ അവിടെ നീ ചെയ്യണല്ലേ, ഞങ്ങൾക്ക് ഇവിടെയൊക്കെ സാധനം തന്നൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അവിടുത്തെ സെയിം സാധനം തരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. അപ്പോൾ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യും, നമുക്ക് ഇന്ത്യൻ പ്രൊഡക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കുറേ ചെയ്യാൻ പറ്റില്ലേ, കുറച്ച് പരിപാടികൾ. അപ്പോൾ കാർ വാഷ് അല്ലേ, അപ്പോൾ കാറിലടിക്കുന്ന പെർഫ്യൂമൊക്കെ സെറ്റ് അങ്ങനെ ഒരാൾക്ക് വേണ്ടി ചെയ്തു കൊടുത്താണ്. പിന്നെ അത് പിന്നെ ഞാൻ അല്ലെങ്കിൽ ശരിയല്ല. അപ്പോൾ പുള്ളി പറഞ്ഞത് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഷോപ്പിൻ്റെ അകത്ത്, കാർ വാഷിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ കാർ പെർഫ്യൂമുകൾ സെറ്റ് ചെയ്ത് തുടങ്ങി. ആ കൂട്ടത്തിൽ പുറത്തുനിന്ന് കുറച്ച് സംഭവങ്ങൾ, ഓയിൽസുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ പെർഫ്യൂമുകൾ ഇവിടെ നാട്ടിൽ സെറ്റ് ചെയ്ത് തുടങ്ങി. പിന്നെ കുറച്ച് റോ മെറ്റീരിയൽസ് എനിക്ക് പതുക്കെ അവിടെ നിന്ന് ഓരോരുത്തർ വരുമ്പോൾ ഞാൻ കൊടുത്തു വിട്ടു. പിന്നെയാണ് എനിക്ക് നാട്ടിൽ കിട്ടി തുടങ്ങിയത്. ചില ടീമുകളൊക്കെ അധികം ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് എടുത്തിട്ട് നാട്ടിൽ സപ്ലൈ ചെയ്യണമെന്ന് അറിയുന്നതും ഞാൻ അവരെ കോൺടാക്ട് ചെയ്യണത്. ഇന്നിപ്പോൾ ചറപറയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാ സ്റ്റേഷനറി ഷോപ്പിലും ബ്ലെൻഡിങ് പരിപാടികളുണ്ട്. ആരെയും പുച്ഛമായിട്ട് പറയണല്ലോ, എല്ലാവരും വേണം, എല്ലാവരും ജീവിക്കട്ടെ എന്നുള്ളൊരു മൈൻഡാണ് ഞാൻ. എനിക്കുള്ളത് ദൈവം എനിക്ക് തന്നെ തരും. ഞാൻ ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ ഒരു സ്ഥലത്തുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പെർഫ്യൂം ചെയ്യാനായിട്ട് എൻ്റെ സ്റ്റോർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. എനിക്ക് ജോലി ചെയ്തിട്ട് വീട്ടിൽ പോകാൻ പറ്റുമോ, എനിക്ക് സമാധാനം കിട്ടുമോ, ഒന്നും പറ്റില്ല. അതാണ് നമ്മൾ എല്ലാവരും വരട്ടെ, എല്ലാവരും വളരട്ടെ. പറ്റാവുന്ന ആളുകളൊക്കെ ഹെൽപ്പ് ചോദിച്ചിട്ട് വിളിക്കാറൊക്കെ ഉണ്ട്. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ എൻ്റെ ട്രേഡ് സീക്രട്ട് ബാക്കിയുള്ള സംഭവങ്ങൾ മാത്രം ഞാൻ കൊടുക്കില്ല. ബാക്കി എന്തൊക്കെ അവർക്ക് ഹെൽപ്പ് ആയിട്ട് വേണോ അതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ നാട്ടിൽ വന്നിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറെ ടീമുകൾക്ക് ചെയ്ത് കൊടുത്തപ്പോൾ അവർക്ക് താല്പര്യമായി. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ച് എന്തായാലും ഇപ്പം ഇനി കോവിഡും പരിപാടികളൊക്കെ അല്ലേ, അവിടെയൊക്കെ ഒന്ന് ഓണാവണേക്കാൾ മുമ്പ് നാട്ടിലൊന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ പരിപാടി നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള മൈൻഡിൽ വന്നു. അങ്ങനെ കാർ വാഷിൻ്റെ അകത്തുനിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഞാനൊരു അവിടെ ബുദ്ധിമുട്ടാവണ്ട, അവർക്ക് ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാനൊരു ബിൽഡിംഗ് എടുത്ത്, അതാ ഞാൻ പറഞ്ഞില്ല പഴയത്. എന്നിട്ട് അവിടെ കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഒരു ഓഫീസ്, ഈ ക്യാബിൻ, അതിനകത്ത് ഓൺലൈൻ്റെ സെപ്പറേറ്റ് ക്യാബിൻ, കസ്റ്റമർ ലോഞ്ച്, പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ കൗണ്ടർ, ലാബോർഡൊക്കെ പോലത്തെ ഒരു കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ട് മുകളിലാണ്. പക്ഷെ അവിടെ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനായിട്ടുള്ള ട്രിക്സും കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് പിന്നെ പണിയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പണിയൊക്കെ ഞങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫോട്ടോ വീഡിയോ കാണുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും. എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്, അവരൊക്കെ കൊണ്ടിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചില വലിയ വണ്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് ഒക്കെ ഇടത് ഇങ്ങനെ ആടണം ഫീൽ ചെയ്യും. പക്ഷെ എനിക്കത് കുഴപ്പമുണ്ടായില്ല. ഞാനവിടെ സെറ്റായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും അത് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു ഞാൻ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഔട്ട്ഡോർ സപ്ലൈ ചെയ്യുന്നുണ്ട്. കാർ പെർഫ്യൂം, പോക്കറ്റ് പെർഫ്യൂമൊക്കെ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ അത് ഞങ്ങളിങ്ങനെ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ GM ആണ് അവൻ. അത് തന്നെ ആള് അന്നുണ്ട് എൻ്റെ കൂടി കാർ വാഷിലോട്ടുണ്ട്. അവന് ചെറിയ ഒരു ഇതൊക്കെ ഇൻസിഡന്റ് ഒക്കെ പറ്റിയിട്ട് പിന്നെ ആള് റിക്കവർ ചെയ്ത് വന്നതാണ്. അടിപൊളിയായിട്ട് കൂടെ എന്നുള്ള ഒരു ജമീബ് എന്ന് പറയും. അപ്പൊ പുള്ളി ഉണ്ട്, ഞാനും ഉണ്ട്. ഞങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്തു, ഹോൾസെയിൽ പോലെ പുറത്തേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 വീലറിൽ പോകും. ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഏരിയ കവർ ചെയ്തിട്ട് ഞങ്ങൾ ഇത്ര ടാർഗറ്റ് ഉണ്ടാവും. അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ കൊടുത്ത് പുറത്തുള്ള കസ്റ്റമേഴ്സ് ഇട്ടാണ്. ഫ്രാഗ്രൻസ് ഫാക്ടറി ഡയറക്റ്റ് ഇറങ്ങണ്. ഔട്ട്ലെറ്റ് പരിപാടികളൊന്നുമില്ല. നമ്മൾ ആ ഒരു സംഭവം കൊടുത്ത ആൾക്കാർക്ക് ഇഷ്ടമുണ്ട്, വാങ്ങുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഞാനൊരു സ്റ്റോറിൽ സാധനം കൊടുക്കാൻ വേണ്ടി പോകണം. ആ സമയത്താണ് ഞാനിങ്ങനെ ഒരു ഫുഡ് കോർട്ടും അതിനകത്തൊരു ചെറിയൊരു മിനി മാർട്ടൊക്കെ കാണുന്നത്, ഫ്യൂസോ എന്ന് പറഞ്ഞിട്ട്. അതിന് ഞാൻ നേരെ
സ്കൂട്ടറായിരുന്നു. നേരെ യൂ ടേൺ എടുത്തിട്ട് അവിടെ വന്നിട്ട് അവിടുത്തെ മുതലാളി ആരാണെന്ന് ചോദിച്ച് അവരൊക്കെ ആയിട്ട് സംസാരിച്ച് പിടിച്ച് വന്നപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് അവിടെ കുറച്ച് സ്പേസ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല, നമ്മുടെ ഒരു ബ്രാൻഡ് ഒരു സ്ഥലത്ത് കയറാന്ന് പറഞ്ഞാൽ അടിപൊളി കാര്യമല്ലേ. ഇപ്പുറത്തെ പണി നടക്കുന്നുണ്ട്. ഇപ്പുറത്ത് മറ്റോടത്ത് പണി നടക്കാന്ന് വെച്ചാൽ ആ ഒരു ഇത് നടക്കുന്നുണ്ട്. പക്ഷെ ഇതിലൊക്കെ ഏറ്റവും മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി പൈസയില്ല. അപ്പോൾ ഇവിടെ ആണെങ്കിൽ പൈസ കൊടുക്കണ്ട. ഇപ്പോൾ ഒരു ഇതിനിപ്പോൾ അവർക്ക് എന്തെങ്കിലും പെർസെൻറ്റേജ് കൊടുത്താൽ മതി. അങ്ങനെ അവിടെ നിന്നൊരു ഹോപ്പ് കിട്ടിയതിന് ശേഷം ആ സമയത്ത് സന്തോഷം വന്നിരിക്കുന്ന സമയത്ത് മറ്റോടത്തുനിന്ന് അവിടെ നിന്ന് ഹാജിയാരുണ്ട് പുള്ളി വിളിക്കുന്നത്. 2 മാസമായി വാടക വന്നിട്ട് 4500 രൂപ ഉണ്ടാ, 1 മാസത്തെങ്കിലും തായോ അല്ലെങ്കിൽ ഇറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് തീർത്ത് പറഞ്ഞു. പിന്നെ ഞാൻ വെച്ച് ഒന്നുകിൽ ഇവിടെ തുടങ്ങണം അല്ലെങ്കിൽ അവിടെ നിൽക്കണം. പൈസ ഇല്ലാത്ത സ്ഥിതിക്ക് എന്ത് ചെയ്ത് അവിടുത്തെ സംഭവങ്ങളൊക്കെ പണിത് സാധനങ്ങളൊക്കെ പൊളിച്ച് ഒക്കെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആൾക്ക് കൊടുത്തിട്ട് എന്താണ് കിട്ടിയെന്നറിയില്ല. എനിക്ക് തോന്നുന്നു കംപ്ലൈൻറ്റ് പൊളിച്ച് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ. ആ കൊടുത്ത് നേരെ ഇവിടേക്ക് വന്ന് ഇവിടെ വന്നിട്ട് ഈ 4500 രൂപ കൊടുക്കാൻ കയ്യിലുണ്ടായിരുന്നില്ല. 4500 രൂപ കൊടുക്കാനായിട്ട് കയ്യിലില്ല, സത്യമാണ് പറഞ്ഞത്. 2020-21 ആ സമയത്താണ് ഇത്രയും ഞാൻ ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് നമുക്ക് പിന്നെ ഒറ്റയടിക്ക് ഇങ്ങനെ താഴേക്ക് പോകണല്ലോ. ആ കോവിഡൊക്കെ വന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. എൻ്റെ വീട്ടിലൊക്കെ ഇരുന്നിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഞാൻ പെർഫ്യൂം ഓയിൽസൊക്കെ ആക്കിയിട്ട് വിറ്റിട്ടുണ്ട് ഒരു സമയത്ത്. അന്നത് കൊണ്ടുപോയി വിശ്വസിക്കില്ല, അന്നത് കൊണ്ടുപോയി വിറ്റിട്ട് വേണം വീട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നടത്താനായിട്ട്. കാരണം അന്നൊക്കെ വരുമാനമൊന്നും ഇല്ലല്ലോ. അന്ന് റേഷൻ ആയിട്ട് അരി കിട്ടും, അത് പോയി വാങ്ങും, വീട്ടിൽ വല്ല ചമ്മന്തിയോ നല്ല സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ആ സമയത്ത് ജീവിച്ചിരുന്നത്. ഇപ്പം അറിയാലോ, എത്ര പറഞ്ഞ പോലെ തന്നെ എത്ര വർഷം മുമ്പാണ് ലോക്ക്ഡൗൺ എന്നൊക്കെ പറഞ്ഞ മനുഷ്യന്മാരൊക്കെ കംപ്ലീറ്റ്. അതെ, കുറച്ച് കാര്യങ്ങളിൽ അത്രയും ഇത് വീണുപോയ സമയമുണ്ട്. ഇനി നാളെ വരല്ലേ എന്ന് മാത്രം എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. കാരണം എന്നിട്ട് ഞാൻ എൻ്റെ ഉമ്മക്ക് ചോദിക്കും എന്തെങ്കിലും കിട്ടിയാന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അതുകൊണ്ട് വിറ്റിട്ടൊക്കെ ചിലപ്പോൾ 250 രൂപ 350 രൂപ ഒക്കെ കിട്ടിയിട്ടാണ് അന്നത്തെ കാര്യത്ത് നടന്നിരുന്നത്. ആ സമയത്തിന് ശേഷമാണ് കുറച്ച് 2 മാസം 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം എടുക്കുന്നതും അവിടെ പണിയണതും. അപ്പോൾ എനിക്ക് പുറത്ത് പണിയാനായിട്ട് ആൾക്കാരില്ലാത്തതുകൊണ്ടും പറ്റാത്തതുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാർ, എനിക്ക് അന്ന് ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ കൂടിയിട്ടാണ് ഈ സംഭവം ഡ്രില്ലൊക്കെ ചെയ്ത് അതൊക്കെ വെച്ചിട്ട് ആ ഒരു മെഗാമാർട്ടിന്റെ മുമ്പിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഇതിപ്പോ തൊട്ട് മുകളിൽ ഞാൻ പറഞ്ഞില്ല മുകളിലത്തെ സ്റ്റോർ പണിയാണ്. അപ്പൊ ആലോചിക്കേ എന്തോരം ഫിനാൻഷ്യലി നമ്മൾ എത്ര താഴെ ആയിരുന്നു ആ സമയത്ത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്ന്. 20 ദിർഹംസിന് 25 രൂപയ്ക്ക് 35 രൂപയ്ക്കാണ് ആ പോക്കറ്റ് പെർഫ്യൂം ഒക്കെ കൊടുക്കുന്നത്. ഇന്ന് നമ്മുടെ സ്റ്റോറിലൊക്കെ അങ്ങനത്തെ ഒക്കെ ഒരു നല്ലൊരു പെർഫ്യൂം മേടിക്കണമെങ്കിൽ 2500-3000 രൂപ വരും. ഇങ്ങനത്തെ ഒക്കെ അനുഭവിച്ചിട്ടൊക്കെ തന്നെയാണ് വന്നത്. പിന്നെ അവിടെ നിന്ന് ആ സ്ഥലം കിട്ടണ്. ഞാൻ അവിടെ നിന്ന് അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റേ കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന മറ്റേ ടാബിളൊക്കെ ഉണ്ടല്ലോ, അത് കിട്ടി. അതുമ്പോൾ ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ അതിന് തൊട്ടടുത്ത് സൂപ്പർ മാർക്കറ്റിലേക്ക് അതിന് കാണും. പിന്നെ അവിടെ സൂപ്പർ മാർക്കറ്റിൽ മാത്രമല്ല ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പൊ അവിടെ വൈകുന്നേരം മറ്റേ ബഹൂറൊക്കെ പുകച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്മെല്ല് കിട്ടിയിട്ട് ആൾക്കാർ വരും. അപ്പൊ അങ്ങനെ അവിടെ നിന്നാണ് ഞങ്ങൾ തന്നെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ അന്ന് കിട്ടുന്നതിന്റെ ഒരു ശതമാനം വൈകുന്നേരം ആകുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവരും കൂടി പോയിട്ട് തൃപ്രയാറ് ക്ഷേത്രമുണ്ട്. നമുക്ക് എല്ലാ ദേവാലയങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തന്നെയാണ്, ദൈവം എന്നല്ലേ ഉള്ളൂ. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ പേര് കിട്ടുന്ന ഉറങ്ങണമൊക്കെ ഉണ്ടാവും. അതിൻ്റെ അന്ന് കിട്ടുന്നതിൻ്റെ ഒരു ശതമാനം 50 ആക്കിയിട്ട് എന്തെങ്കിലും സ്ഥലത്ത് അല്ലെങ്കിൽ അവരെടുത്തൊക്കെ വെച്ചിട്ട് തലയിടത്തൊക്കെ വെച്ചിട്ട് പോരും. അതൊന്നും തുടർന്നിട്ട് എനിക്ക് തോന്നുന്നത് അതാണ് എൻ്റെ ഏറ്റവും വലിയ വളം അല്ലെങ്കിൽ ആ ഗ്രോത്തിനുള്ള ഏറ്റവും വലിയ സംഭവം തോന്നുന്നുണ്ട്. ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്, ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരുപാട് പേര് വന്നു ഞാനത് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഇടയ്ക്കൊരു എന്നെ ചെയ്യണം തോന്നിക്കഴിഞ്ഞപ്പോൾ അത് ചെയ്തെന്നുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതെ, ഇപ്പോൾ അതിൽ നെഗറ്റിവിറ്റി കാണുന്ന ആൾക്കാർ ആരായാലും ഒരു ഉയർച്ച അല്ലെങ്കിൽ ഉയർന്ന് കാണുമ്പോൾ അത് ഇഷ്ടമില്ലാത്ത കുറേ പേരുണ്ടാവുമല്ലോ. അതെല്ലാ കമ്മ്യൂണിറ്റിയിലും എവിടെ ഉണ്ടാവും. നമ്മ അവരെ നോക്കാൻ നിൽക്കാറില്ല. ഞാനതല്ല, എൻ്റെ വണ്ടിയുടെ മിററൊക്കെ ഞാനിപ്പോൾ സെൻറ്റർ മിറർ എന്ന് വെച്ചാൽ ബാക്കി വരുന്ന ആളെ കാണിക്കാൻ ഞാൻ മുകളിലേക്ക് പൊക്കി വെക്കും. കാരണം അവരെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ മറ്റുള്ള ആൾക്കാർ നോക്കി നിന്നിട്ട് അവരെന്ത് വിചാരിക്കുന്നു അല്ലെങ്കിൽ അവരെന്ത് കാണണമെന്ന് നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ആ സെൻറ്റർ മിറർ ഒരാളുടെ അടുത്ത് ചോദിച്ചാൽ എന്തെങ്കിലും ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇല്ല, ബാക്കിൽ വരുന്ന ആൾക്കാർ നമുക്ക് കാണേണ്ട കാര്യമില്ല. സൈഡ് മിററിൽ കൂടി വരുന്നതിലും വണ്ടി വരുന്നത് കണ്ടോട്ടെ. ബാക്കിൽ ഇങ്ങനെ ഒരാളെ നോക്കി നിന്നിട്ട് നമുക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കാര്യങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ തന്നെ ഫോർവേഡ് ചെയ്ത് പോകണം. അപ്പോൾ അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് 7500 രൂപ കിയോസ്കി ഇടണം. മറ്റേ കിയോസ്കി പോലെ ഇട്ടോളാൻ പറഞ്ഞു. പക്ഷെ അത് പണിയാനായിട്ട് ഇതുണ്ടായിരുന്നില്ല. അന്നും ഈ പ്രശ്നത്തിൽ നിൽക്കണം. പിന്നെ ഞാൻ പതുക്കെ ഞാൻ എന്ത് ചെയ്ത് കിളി കൂടെ കൂട്ടണ പോലെ തന്നെ കുറച്ച് ട്യൂബ് വാങ്ങിയിട്ട് പണിക്കാർ വിളിച്ചിട്ട് ആ ട്യൂബ് സെറ്റ് ചെയ്ത് മറ്റേ സ്റ്റീലിൻ്റെ ട്യൂബ് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന്
അതിൻ്റെ ഓരോ സാധനങ്ങളൊക്കെ സ്റ്റെപ്പ് ചെയ്ത് അതിനും വൈകുന്നേരം ആകുമ്പോൾ ഫ്രണ്ടിൽ ഷോപ്പിൽ അവിടെ മറ്റേ സാധനം ഇട്ടിട്ട് അവിടെ നിന്ന് സെയിൽ ചെയ്യും. അങ്ങനെ അങ്ങനെ എത്ര നാളെടുത്തു ആ കിയോസ്ക് പണിയാൻ? അത് ഒരു 3 മാസത്തോളം എടുത്ത് ഏകദേശം. കിയോസ്കിടെ പണിയാനായിട്ട് ഞാൻ അതിൻ്റെ അടുത്ത് എനിക്ക് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു സ്റ്റോർ പോലെ ചെയ്യണം എന്നൊക്കെ. അത് ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ വാപ്പ ഉമ്മൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, ആ സമയത്ത് എൻ്റെ കൂടെ ഇനോഗ്രേഷൻ അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ആളായിരുന്നു. അറിയോ, ലോകത്തിൽ അറിയപ്പെടുന്ന ഇത്രയും മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരാൾ യൂസഫ് ഭായ്. പുള്ളിനായിട്ടൊരു സൗഹൃദമുണ്ട്. ഞാൻ സ്റ്റാർട്ടിങ് ടൈം തൊട്ട് ഒരു സൗഹൃദമുണ്ട്. പുള്ളിക്കാരൻ്റെ അടുത്ത് ബോട്ടിൽസ് അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സപ്ലൈ ചെയ്ത് തരുന്നത് അന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ ഞാൻ വാങ്ങാറുണ്ട്. ആ ഒരു ഇതിൽ എൻ്റെ ഒരു പുള്ളിയുടെ ഒരു മോനൊക്കെ പോലെ അങ്ങനെ നമ്മളെ കാണുന്നത് എപ്പോഴും അവിടെ. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എത്ര തവണ ഞാൻ ദുബായിൽ പോകണ്ടോ മിക്ക സമയത്തും ഞാൻ പോയി കാണാറുണ്ട്. ആ ഒരു കുരുത്തം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം പുള്ളി നാട്ടിലാണെങ്കിൽ ശരിയാണ്, ഞാൻ അവിടെ പോയിട്ട് നമ്മുടെ കുഞ്ഞ് കിയോസ്ക് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം വന്നു. പുള്ളിക്കാരൻ വന്നിട്ട് ആണ് ഇനോഗ്രേഷൻ ചെയ്തത്. ചെറിയൊരു ചടങ്ങ്. ഞാൻ ആ നിമിഷത്തെ ഉമ്മച്ചിനെ ആലോചിക്കുന്നത്, കാരണം ഉമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായി കാണുമല്ലോ. പിന്നല്ലാണ്ട് ഇപ്പോഴും അതെ. ഞാനിപ്പോ എൻ്റെ ഏത് സ്റ്റോർ തുറന്നു കഴിഞ്ഞാലും ഫസ്റ്റ് ഞാൻ കൊണ്ടുവരുന്നത് അവരായിരിക്കും. നമ്മൾക്ക് സന്തോഷം തരുന്ന സമയത്ത് നമ്മളെന്താ, നമുക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ നമ്മൾ ആലോചിക്കണം. ആ ഒരു നന്ദി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഗ്രേറ്റ്ഫുൾ ആയിരിക്കും, ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കും. അവിടുന്ന് ഈ കിയോസ്കിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച കച്ചവടത്തിലേക്ക് എത്തിയോ? കിയോസ്കിന്ന് ഉദ്ദേശിച്ച കച്ചവടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു സന്തോഷം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ പോയി എടുത്തുകൊണ്ടിരലും സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വീഴ്ചകൾ, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് വീഴ്ചകളൊക്കെ പറ്റി, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറ്റി. പക്ഷെ അതിനൊക്കെ ഉള്ളത് ദൈവം എനിക്കൊരു സംഭവം കാത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സന്തോഷം എനിക്ക് തന്നത് എൻ്റെ ഈ ജോലിയുടെ ഭാഗമായിട്ട് തന്നെയാണ് എനിക്ക് ആ സന്തോഷം വന്നത്. ഇന്ന് ഞാൻ ഹാപ്പി ആയിട്ട്. എന്തായിരുന്നു സന്തോഷം? എൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരാൾ വന്നു. പുതിയൊരാള് കുറെ സ്വപ്നങ്ങളുമായിട്ട് ആള് വന്ന് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അനുഭവിച്ചതെല്ലാം മാറ്റി കുറിക്കുന്ന, എല്ലാ ദിവസവും ചിരിയോടെ വീട്ടിൽ കാത്തിരിക്കുന്ന ഒരാള്. ആളുടെ പേരെന്താ? ആളുടെ പേര് ഹസ്നി. ഇപ്പൊ 2 മക്കള്, ട്വിൻസ് ബോയ്സ് ആണ്. അടിപൊളി. നല്ല തരട്ടെ എല്ലാതും. വിവാഹം കഴിഞ്ഞു, രണ്ടാമത് വിവാഹം കഴിഞ്ഞു. വലിയൊരു ട്രാജഡിയിൽ നിന്ന് മാറി അടുത്ത വിവാഹം കഴിഞ്ഞു, നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു. അടുത്ത സ്റ്റോർ എന്നിട്ട് എപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത്? അതിനകത്തേക്കുള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു? അങ്ങനെ അതിനുശേഷമാണ് എനിക്ക് എൻ്റെ ഒരു ബ്രാൻഡ് കുറച്ചുകൂടി എനിക്ക് നല്ല കസ്റ്റമേഴ്സിനെ കിട്ടി തുടങ്ങി. ആ ചെറിയ ഷോപ്പിൽ വരാത്ത ഒരുപാട് കുറവാണ്. ആ ഏരിയയിലൊക്കെ കുറേ പേര് ഇവിടെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് വരുമ്പോഴൊക്കെ ആ ഷോപ്പിൽ വരാറുണ്ട്. നമുക്ക് ഇടമുട്ടത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, തൃശ്ശൂർ. അപ്പോൾ അവിടുത്തെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഒന്ന് ജില്ല മാറ്റി പിടിക്കാം. അങ്ങനെ ഞാൻ കാക്കനാട് അത്യാവശ്യം നല്ല ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമല്ലേ. അങ്ങനെ എനിക്ക് അവിടെ നോക്കിയിട്ട് സ്ഥലങ്ങളൊന്നും കിട്ടണില്ല. അപ്പം എനിക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ടീ ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞാൽ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അവൻ്റെ കാണാൻ വേണ്ടി പോണ സമയത്താണ് ഇതുപോലത്തെ ചെറിയൊരു കർട്ടനൊക്കെ പോലെ ഒരു ഫ്ലെക്സ് പോലെ വെച്ചേക്കുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ. എനിക്ക് പെട്ടെന്നൊരു ഐഡിയ മനസ്സിൽ വന്ന് ഞാൻ ആളടുത്ത് ചോദിച്ച് ആ സ്പേസ് തരാൻ പറ്റുമെന്ന് വെച്ചാൽ. അപ്പോൾ അവർ സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് റെൻ്റൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതേപോലത്തെ ഒരു സ്റ്റോർ ഞാൻ ഈ കാക്കനാട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫണ്ട് ഉണ്ടായിരുന്നു കയ്യില്. അപ്പോഴത്തേനും ഏകദേശം എനിക്ക് അവിടെ നിന്ന് ഫണ്ടും കാര്യങ്ങളൊക്കെ റോൾ ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു ധൈര്യം വന്ന്, ബന്ധങ്ങളുണ്ടായി. അതെ, ബന്ധങ്ങളുണ്ടായി. ഇഷ്ടം പോലെ ഒരു ഇത് വന്ന് എനിക്ക് ധൈര്യം വന്ന് ഞാനങ്ങനെ അവിടുത്തെ കാക്കനാട് നമ്മുടെ 2ാമത്തെ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തു. എത്ര സ്ക്വയർ ഫീറ്റ്? അത് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 അടി ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ വലിയ ഇത് പറഞ്ഞല്ല, ഇപ്പൊ എൻ്റെ കാക്കനാടുത്തെ സ്റ്റോറിൽ ഒരു കൗണ്ടർ ഉണ്ടല്ലോ, ചെറിയ പെർഫ്യൂം അടിക്കുന്ന കൗണ്ടറില്ലേ, അതിൻ്റെ അത്രേ ഉള്ളൂ. പക്ഷേ ഞാനത് അവിടെ നിന്ന് ഓക്കെ. പിന്നെ എനിക്ക് ധൈര്യം വന്ന് എനിക്ക് ബിസിനസ് ചെയ്യാനായിട്ട് അറിയാത്ത ഞാൻ ബിസിനസ് ചെയ്യാൻ വേണ്ടി പഠിച്ച് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതും മറ്റുള്ള ആൾക്കാർക്ക് എങ്ങനെ നല്ല സർവീസ് കൊടുക്കാൻ പറ്റുന്നതും എങ്ങനെ ട്രസ്റ്റ് ചെയ്യിക്കാം അല്ലെങ്കിൽ നമുക്ക് ട്രസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതൊക്കെ കൊണ്ട് ഞാൻ അവിടെ തന്നെ പഠിച്ച്. അങ്ങനെ പഠിക്കുന്നതിൻ്റെ ഇടയിലും എനിക്കൊരു വീഴ്ച കിട്ടി. അങ്ങനെ പഠിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ആലുവ മുട്ടത്തൊരു സ്റ്റോറ് കണ്ടിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു നല്ല വലിപ്പമുണ്ട് സ്റ്റോറിന്. ഫ്രണ്ടിൽ ഒരു ഷട്ടർ മാത്രമേ ഉള്ളൂ, പക്ഷെ ഉള്ളിൽ ഇങ്ങനെ ഇതുണ്ട്. അപ്പം ഞാൻ പണ്ട് കണ്ട സ്വപ്നം ഉണ്ടല്ലോ, അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കി. അന്ന് 3 വീടിക എന്ന സ്ഥലത്ത് ഞാൻ പണിതിട്ട് പഴയൊരു ബിൽഡിങ്ങിന് അതെ അവിടെ നിന്ന് ഞാൻ ആ സാധനം ഒന്നും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ അതിൻ്റെ പണിയാനായിട്ട് ഞാൻ സെറ്റ് ചെയ്ത അഗ്രിമെൻ്റ് ഒക്കെ കഴിഞ്ഞ് അത്യാവശ്യം റെന്റ് വരുന്നുണ്ട്, 60,000 40,000 റെന്റ് വരുന്നുണ്ട്. അങ്ങനെ അത് പണിയാനായിട്ട് ഞാൻ ഒരാളെ ഏൽപ്പിച്ച് ഒരു 10-15 ലക്ഷം രൂപ കൊടുത്ത്
അവിടുത്തെ പണികളൊക്കെ ഏകദേശം ഇങ്ങനെ ഓരോ നടക്കുന്നുണ്ട്. പക്ഷെ കുറച്ചായപ്പോൾ അത് നിന്ന് പണികൾ നിന്ന് സ്റ്റോപ്പായി. എന്ത് പറ്റി? പിന്നെ എന്താന്ന് അറിഞ്ഞിട്ട് പിന്നെ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഈ പൈസ വാങ്ങിയിട്ടുള്ളവൻ മുങ്ങി 15 ലക്ഷം രൂപ പോയി. ആ പൈസ കൊടുത്തു തീർത്തതിന് ഇപ്പം അടുത്താണ്, ഇപ്പം കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ്. ഞാൻ വേറെ ആളിൽ നിന്ന് വാങ്ങിയ പൈസ ആയിരുന്നു. ആൾക്ക് അതിനകത്ത് ചെറിയൊരു പ്രോഫിറ്റ് ആയിട്ട് കൊടുത്തായിരുന്നു മന്ത്ലിയൊക്കെ. പക്ഷെ അങ്ങനെ വാങ്ങിയ പൈസ ആയിരുന്നു ഞാനത്. പക്ഷെ അത് കേസൊന്നും കൊടുത്തില്ല. കേസ് കൊടുത്തിട്ട് അവിടെ എൻ്റെ പേരിൽ അതിനേക്കാളും വലിയ കേസുകൾ. പിന്നെ അറിയണവൻ ഫ്രോഡായിരുന്നു. അവൻ ലുലുവിലൊക്കെ വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് AC-യുടെ ഒക്കെ പണിക്കൊക്കെ വന്നിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവന് പിന്നെ ഞാൻ കാക്കനടുത്ത സ്റ്റോറിൻ്റെ അവിടെ വെച്ച് കണ്ടിട്ട് എൻ്റെ ജീപ്പ് കോമ്പസ് ഒക്കെ. അപ്പം ഞാൻ നീ പറഞ്ഞില്ല ഞാൻ ഡെവലപ്പായി, ഞാൻ ഭയങ്കര സെറ്റപ്പായി എന്നൊക്കെ പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ ഇത്രയും സെറ്റപ്പിൽ ഞാൻ നടക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് എനിക്ക് നാളത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഇന്ന് ഞാൻ ഒരാളെ പറ്റിച്ചിട്ടില്ല, പറ്റിക്കുന്നുമില്ല. അങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പറ്റിക്കണം എന്നുള്ള മൈൻഡിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ എവിടെ പോയാലും രക്ഷപ്പെടില്ല. പിന്നെ ഞാൻ ആലോചിച്ച് പോട്ടെ, നമുക്ക് പോയാലും ഉണ്ടാക്കിയെടുക്കാം. അതെ, ഞാൻ അങ്ങനെ വന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു പേടിയില്ല. പക്ഷെ അതിൻ്റെ വീഴ്ച കാണാൻ കാത്തിരുന്ന ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും. ഞാനത് ആലോചിച്ചാ അങ്ങനത്തെ ഒരു സന്തോഷത്തിൽ പോട്ടെ, ഞാൻ കാരണം അവർ സന്തോഷിക്കട്ടെ. പിന്നെ ഞാൻ നേരെ പിടിച്ചെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റോറുണ്ട് തൃശ്ശൂർ. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ചെയ്തിരുന്നൊരു സ്റ്റോറുണ്ട്. അവൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സജീറെ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്, അവിടുത്തെ ഇത് ഒഴിഞ്ഞിട്ടുണ്ട്, സെറ്റ് ചെയ്യല്ലോ നമുക്ക്. ഞാൻ പറഞ്ഞു ഓക്കെ, അതിന് അഗ്രിമെൻ്റ് ഞാൻ ചെയ്തിക്കൊള്ളാൻ പറഞ്ഞു. സംഭവം ചെയ്ത് ഒരു 3-4 മാസത്തിനകത്ത് തൃശ്ശൂർ സ്റ്റോർ വന്നു. അവിടെ വീണ് ഞാൻ ഇവിടെ പിടിച്ചു. അങ്ങനെ തൃശ്ശൂർ അത്യാവശ്യം 3ാമത്തെ സ്റ്റോർ FFL-ന്റെ. അത് നമ്മൾ ഉദ്ദേശിച്ച മോഡൽ തന്നെയാണോ സജീർ ഉദ്ദേശിച്ച? കിട്ടിയ സ്പേസിൽ അടിപൊളിയായിട്ട് ചെയ്ത് തൃശ്ശൂരത്ത് അത്യാവശ്യം അറിയപ്പെടുന്ന സെലിബ്രിറ്റീസ് സംഭവങ്ങൾ, പിന്നെ സ്വരാജേട്ടൻ, നമ്മുടെ ലുലുവിലെ. അപ്പൊ അവരൊക്കെ എൻ്റെ എല്ലാ താഴ്ചയും ഉയർച്ചയൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ അവരൊന്നും മറന്നില്ല. അങ്ങനെ അടിപൊളിയായിട്ട് കേരളപ്പിറവിൽ വന്ന് നവംബർ 1 2025 കഴിഞ്ഞ വർഷം 2024 ഓപ്പൺ ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നല്ല ഏറ്റവും നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ പോകണം. ഇപ്പം നല്ല ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ്. തൃശ്ശൂർ എനിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദൈവം അത് നിലനിർത്തരട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷമാണ് അവിടെ ഒരു തവണ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ 4500 രൂപ കൊടുക്കാനില്ലാണ്ട് പോയി. വേറെ സ്ഥലത്ത് പിന്നെ 40,000 റെന്റിന് ഞാൻ അതെടുത്തിട്ട് അവിടെ പണിത് 15,000 രൂപ അതിന് മേലുള്ള പൈസയും പോയി. എന്നിട്ട് ഞാൻ വിട്ടില്ല. പിന്നെ ഞാൻ വെച്ചിട്ട് പിടിച്ചൊരു സംഭവമാണ് നെടുമ്പാശ്ശേരിയിൽ കാണുന്ന ഈ സ്റ്റോറിൽ എൻ്റെ മനസ്സിൽ ഇത് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. പക്ഷെ എനിക്കത് വേണമായിരുന്നു. അത് ഞാൻ വേറെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ 1 വർഷത്തോളം ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ട്, സ്ഥലം ചോദിച്ചിട്ട്, പല കാര്യങ്ങൾ കിട്ടാണ്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് കിട്ടിയാണ് ആ സംഭവം. 1600 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേറൊരു എക്സ്പീരിയൻസ്, വേറൊരു സംഭവം കൊടുക്കുക. എനിക്ക് അന്ന് അവിടെ പോയത് ഞാൻ ഇവിടെ പിടിച്ച്. ഞാൻ ചോദിക്കട്ടെ, 4500 രൂപ കൊടുക്കാനില്ലാതെ കൊണ്ട് പകുതിയാക്കി വെച്ച ഒരു പ്രസ്ഥാനം അവിടെ നിന്ന് നിർത്തി ഇറങ്ങിപ്പോന്ന് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ഒരു ഷോപ്പായിരുന്നു നെടുമ്പാശ്ശേരി. അതിന്റെ ഓപ്പണിംഗ് ഡേയിൽ തുറന്ന അകത്തേക്ക് കയറിയപ്പോൾ എന്ത് തോന്നി? അത് അതൊരു ചോദ്യം തന്നെയാണ്. കാരണം അന്ന് ട്രൈ അഗൈൻ നമുക്ക് കേട്ടിട്ടുണ്ട് പല വീഡിയോസിലും. ആ സംഭവം നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു സംഭവം കണ്ണിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരുപാട് പരാജയം കണ്ടിട്ട് വന്നതാണ്. അതിന് മുമ്പാണെങ്കിലും ശരിയാണ്, എൻ്റെ ലൈഫിൽ ഒരുപാട് പരാജയങ്ങൾ. ബിസിനസ് എന്താണെന്ന് അറിയാത്തൊരു ഞാനായിരുന്നു. പിന്നെ ബിസിനസ് ചെയ്യാൻ വേണ്ടി പഠിച്ച എന്നിലേക്ക് ഞാൻ വന്നപ്പോൾ കിട്ടിയിരുന്ന ഒരു സംഭവത്തിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എനിക്ക് കിട്ടിയിട്ടുള്ള സംഭവം നെടുമ്പാശ്ശേരിയിലെ സ്റ്റോറാണ്. ആ സ്റ്റോറ് വരുമ്പോൾ തന്നെ ലൈഫിൽ എനിക്ക് പുതിയതായിട്ട് 2 ആൾക്കാരെ കിട്ടി കയ്യിൽ പിടിക്കാനായിട്ട്. അതും ഒരു സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ പതിവ് പോലെ തന്നെ വാപ്പയമ്മയൊക്കെ വന്ന് കൂടെ, വൈഫുണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾ തുറന്നത്. ഗ്രാൻഡ് ഇനോഗ്രേഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിലേക്ക് ചോദ്യം ചോദിച്ചില്ല. 4500 രൂപ കൊടുക്കാനില്ലാണ്ട് ഞാനത് ട്രൈ ചെയ്തിട്ട് ഫെയിലായി പോയി. ഇത്രയും പൈസ എൻ്റെ അടുത്ത് പോയി. വലിയൊരു പ്രൊജക്റ്റ് ആയിരുന്നു അത്. എന്നിട്ടും എൻ്റെ വീഴ്ച കാണാനായിട്ട് നിന്ന ആൾക്കാർക്ക് ഞാൻ കൊടുത്ത വലിയൊരു മറുപടി. അതെ, വയലിൽ നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കല്ലോ, ഇങ്ങനെ പഴക്കൊല്ലൊക്കെ വെച്ചു കൊടുക്കല്ലോ, അതുപോലെ വെച്ചു കൊടുത്ത സംഭവമാണ്. അതുകൊണ്ട് ഞാനത് ഗ്രാൻഡ് ഇനോഗ്രേഷൻ ചെയ്തില്ല. അങ്ങനെ അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സംഭവമല്ല, അത് എൻ്റെ ഒരു ഇമോഷണലാണ്. അതുകൊണ്ടാണ് ഞാനപ്പോൾ ഇപ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യാത്തത്. കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്, കസ്റ്റമർ ലോഞ്ച് ഉണ്ട്,
കസ്റ്റമേഴ്സിന് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള കുറേ പരിപാടികളുണ്ട്. ഇപ്പോൾ അവിടെ ഞങ്ങൾ വന്നാൽ പറയും എന്ത് കോഫി ഷോപ്പാണെന്ന് ചോദിക്കും. കാരണം വെച്ചാൽ അങ്ങനെയല്ല, അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യണത് അങ്ങനെയാണ്. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ ഇനി ട്രഡീഷണൽ ഗാലറി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. പഴയ പെർഫ്യൂംസിൻ്റെ കളക്ഷൻസ്, അറബിക് കളക്ഷൻസ് ഒക്കെ കിട്ടുന്ന ഒരു കൗണ്ടർ പരിപാടികളുണ്ട്. അതൊക്കെ ഞാൻ ദുബായിൽ നിന്നൊക്കെ റെഫറൻസ് എടുത്തിട്ട് ചെയ്തത്. കറക്റ്റ് അതിൻ്റെ അകത്ത് ഒരു ഫീലിംഗ് ആ മഡോടൊക്കെ ചെയ്തിട്ട് ആ മഡ് ആ ഒരു തീമിലൊക്കെ ഉണ്ട് സംഭവം ചെയ്തിട്ട് അങ്ങനെ ഒരു സംഭവമുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ അവിടെ വന്നിട്ട് നമുക്ക് സ്മെല്ല് വേണ്ട സംഭവങ്ങൾ ആദ്യം ടെസ്റ്റ് അടിച്ച് നോക്കാം. ഏത് പെർഫ്യൂമാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്പോട്ടിൽ നമ്മൾ ചെയ്ത് വെക്കണമൊന്നുമില്ല. സ്പോട്ടിൽ വരുമ്പോൾ കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള സാധനങ്ങൾ അവർക്ക് ട്രയൽ അടിച്ചിട്ട് സ്പ്രേ ആക്കി നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം എടുത്താൽ മതി. അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആ ഒരു വിശാലമായിട്ടുള്ളൊരു സ്റ്റോറ് ഞാൻ അന്ന് അനുഭവിച്ചിട്ട് ഞാൻ ഫെയിലായി പോയതിന് ദൈവം എനിക്ക് തന്നൊരു സംഭവമാണ്. അത് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമാത്രമല്ല, അങ്ങനെ ഒരു സംഭവം വന്നുകൊണ്ടാണ് ഇന്ന് സംരംഭത്തിൻ്റെ ഇതിൽ എനിക്കിവിടെ വന്നിരിക്കാനും കൂടി പറ്റിയെന്നുള്ളതിലാണ് ഏറ്റവും വലിയ സന്തോഷം എനിക്ക് പോയത്. എന്നെങ്കിലും എന്നാ നിനക്ക് പോയി അത്ര വിറ്റുവിടായിരുന്നോടാന്ന് ചോദിച്ച കൂട്ടുകാരനെ ഓർക്കാറുണ്ടോ? ഞാനൊരു തവണ സ്റ്റോറിൽ നിൽക്കുമ്പോൾ പുള്ളിക്കാരന് ഞാനിങ്ങനെ നിഴൽ പോലെ കണ്ട് അടുത്തേക്ക് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞിട്ട് കണ്ടില്ല. അവരെ പോലത്തെ ആൾക്കാർ ഈ ഒരുപാടുണ്ടല്ലോ. അവരൊക്കെ നമ്മളെ ഇടയിൽ നമ്മൾ ഇങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ തന്നെ അവരവിടെ ജീവിക്കണം. അവരുള്ളത് കൊണ്ടല്ലേ നമ്മളൊക്കെ ഇതായി പോണത്. അല്ലാണ്ട് ഞാൻ അവരെ ഇപ്പം ആ ആള് അല്ലെങ്കിൽ നമ്മളെ റിജക്ട് ചെയ്ത ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതും. ഒരുപാട് വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയൊരു ബ്രാൻഡാണ്. ഒരുപാട് വിയർപ്പുണ്ട് ഓരോ തുള്ളി അത്തറിലും. തിരിഞ്ഞു നോക്കുമ്പോൾ നോക്കി കാണുന്ന ഈ ഒരു വളർച്ച. മാഡം, ഞാൻ പറഞ്ഞല്ല, ഞാൻ ഊബർ ടാക്സി ഓടിച്ചിരുന്നപ്പോൾ ഞാൻ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് കിടന്നുറങ്ങിയിട്ടുള്ളൊരു സ്ഥലങ്ങളിലാണ് എൻ്റെ സ്റ്റോപ്പ് ഉള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് നെടുമ്പാശ്ശേരിയിലാണ്. കാരണം എയർപോർട്ടിലൊക്കെ വാടകയൊക്കെ വന്നിട്ട് ഓട്ടം വന്നിട്ട് ഞാൻ അവിടെ വന്നിട്ട് കിടന്നിട്ടുള്ള സ്ഥലങ്ങളിൽ ആ സ്ഥലത്ത് തന്നെ ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ സ്റ്റോറുള്ളത്. കാരണം ഓർമ്മകൾക്കുള്ള ഏറ്റവും വലിയ സുഗന്ധമുള്ളത് ഓർമ്മകളാണ്. ഏറ്റവും വലിയ സുഗന്ധം. എനിക്ക് അതിന് പറയാനുള്ള ഉത്തരം അത്ര മാത്രമേ ഉള്ളൂ. കാരണം നമ്മളെപ്പോഴും വന്ന വഴിയും കൂടി മറക്കാതിരിക്കുക. നമ്മൾ എത്ര വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ നമ്മൾ മനുഷ്യരെ മനസ്സിലാക്കിയിട്ട് അതേ രീതിയിൽ നമ്മൾ പെരുമാറാം. ഇപ്പം കുട്ടികളാവേണ്ട സ്ഥലത്ത് ഞാൻ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു കളിച്ച്. ഞാൻ എപ്പോഴും അതെ, എനിക്ക് ആ ഒരു പ്രായം ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അവരിലൊരാളാവാൻ നോക്കുക എപ്പോഴും. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ ശരിയാണ്, നമ്മൾ അവരുടെ ആ ദുഃഖത്തിൽ പങ്കുചേരണം. സന്തോഷം വന്നാലും ശരിയാണ്, നമ്മളൊരു ഭാഗത്ത് ചിരിച്ചിട്ട് അവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. എന്ത് കാര്യത്തിനും ആരെയും ജീവിതത്തിൽ വെറുപ്പിക്കാതെ നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടി നിൽക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഏറ്റവും വലിയ സുഗന്ധം. അതിനൊക്കെ തന്നെ ഈ സുഗന്ധങ്ങളും അല്ലെങ്കിൽ നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ സുഗന്ധം എന്നൊക്കെ പറഞ്ഞ സംഭവം നമ്മളെ മനസ്സിനൊരു സമാധാനം അല്ലെങ്കിൽ നമുക്കൊരു മനസ്സിനൊരു കോൺഫിഡൻസ് കിട്ടാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ സുഗന്ധം ഉപയോഗിക്കുന്നത്. അതൊക്കെ തന്നെയാണ് ഈ സുഗന്ധം. ഞാൻ റിലേറ്റ് ചെയ്യുന്ന എല്ലാ പരിപാടിയിലും എൻ്റെ സുഗന്ധം അവിടെ ഇങ്ങനെ ഉണ്ടാവും. ജീവിതത്തിൽ ഒരുപാട് വേഷങ്ങൾ കെട്ടിയാടി. ഊബർ ടാക്സി ഡ്രൈവറായി, ഒരുപാട് തവണ ദുബായിൽ പോയി. ഓരോ തവണ പോയിട്ടും തോറ്റാണ് തിരിച്ചു വന്നിട്ടുള്ളത്. പച്ചക്കറി റോട്ടിൽ വിറ്റു, കോട്ടിട്ട് ലുലുവിൽ ജീവനക്കാരനായി, ഒരുപാട് റോളുകൾ ചെയ്തു. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി എന്തായിരുന്നു? ഞാനിതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം എൻ്റെ സുഹൃത്തുക്കളുണ്ട് സിനിമയിൽ ആക്ടേഴ്സൊക്കെ ആയിട്ട്, സെലിബ്രിറ്റീസൊക്കെ ആയിട്ട് നന്നായിട്ട് തിളങ്ങി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ അവരുടെ അടുത്തൊക്കെ പറയും, നിങ്ങൾ എത്ര ഇതായിട്ട് വന്നു കഴിഞ്ഞാലും ഞാനൊക്കെ ഈ കളിച്ച റോളുകളൊക്കെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറയും. ശരിയാണ്. പക്ഷെ എനിക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ ഈ വേഷങ്ങളല്ലേ മാത്രം മാറിയിട്ടുള്ളൂ. ഇതിനെല്ലാത്തിൻ്റെ ഇടയിലുള്ള ഒരു ഫേസ് ഉണ്ട്, അത് ഞാനാണ്. അപ്പോൾ ഞാനിപ്പോൾ എത്ര വേഷം കെട്ടിയിട്ട് ആടിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫേസും എൻ്റെ മനസ്സുമാണ്. അതിലെന്നും ഈ പുഞ്ചിരി ഉണ്ടാവുകയും ചെയ്യും. എൻ്റെ ഈ മനസ്സ് ഇതേപോലെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഒരാളെയും വിഷമിപ്പിക്കാത്ത രീതിയിൽ ഇനിയും ജീവിച്ച് മുന്നോട്ട് പോകാം മരണം വരെ. ആ പുഞ്ചിരിയും ആ സ്നേഹവും സജീർ വിൽക്കുന്ന ഓരോ തുള്ളി പെർഫ്യൂമിലും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അത് ഒരുപാട് പേർക്ക് എന്താ പറഞ്ഞേ സുഗന്ധം പരത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങളും ഒരുമിച്ചുണ്ടാകും. വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു എപ്പിസോഡ്. ഈ എപ്പിസോഡ് ഒരുപാട് പേര് പ്രവാസത്തിലിരിക്കുന്നവർ കാണുന്നുണ്ടാവും. സജീറിനെ പോലെ കുക്കറിൽ അരിയും പയറും ഒരുമിച്ച് ഉണ്ടാക്കി കഴിച്ചവർ കാണുന്നുണ്ടാവും. 10 ദിർഹംസ് കയ്യിൽ വെച്ച് കുബൂസ് കഴിച്ച് മാത്രം പച്ചവെള്ളം കുടിച്ച് ജീവിക്കുന്നവർ കാണുന്നുണ്ടാകും. അവർക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഒരു വ്യക്തി ജീവിതത്തിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല എന്ന് 100% തീരുമാനമെടുത്താൽ അവനെ തോൽപ്പിക്കാൻ വേറെ ആർക്കും സാധിക്കില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണെന്ന് നമ്മുടെ മുമ്പിൽ കഥ പറഞ്ഞ സജീർ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സജീർ ആവാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക. നിങ്ങളങ്ങനെ പ്രയത്നിച്ചതിന് ശേഷം അവസാനം ഈ ഹോട്ട് സീറ്റിൽ കഥ പറയാൻ നിങ്ങൾ വരുമെന്ന് കാത്ത് ഞങ്ങളിവിടെ ഉണ്ടാകും. അതുവരേക്കും നന്ദി, നമസ്കാരം.